Good evening, dear students. We will live session. Welcome. We physics question discussion. We will simple question. We will exam. Exam question confidence increase questions question questions അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾ അത് തന്നെ ഒന്ന് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ആൻസർ കീ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ ദി എക്സ്പ്രഷൻ 4.327 gram divided by 2.51 centimeter cube is. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ അതിന് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിൽ നോക്കാം ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി. ഫസ്റ്റ് നമ്പർ 4.327. അപ്പോൾ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? അപ്പോൾ അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത 2.51 centimeter cube. അപ്പോൾ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണോ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ വരാൻ സാധ്യതയുള്ളൂ? തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരാൻ സാധ്യതയുള്ളൂ, വേറെ പോസിബിലിറ്റി ഇല്ല. കാരണം നമുക്ക് ഇവിടെ 4 3 ആകുമ്പോൾ അതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ തീർച്ചയായിട്ടും സി അല്ലേ, സി എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആൻസർ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സി എ സി എന്നൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. അപ്പം സി ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഷമ്മാസ് ബി ലൈവ് അല്ലെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻസർ പക്ഷേ എ ആയിപ്പോയി. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോവിങ് ഈസ് ഓസ് ആർ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റും ഇൻകറക്റ്റും ഒക്കെ പെട്ടെന്ന് മാറിപ്പോയാൽ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് എ ബോഡി ഹാവിംഗ് 0 വെലോസിറ്റി വിൽ നോട്ട് നെസസറിലി ഹാവ് 0 ആക്സലറേഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 ആണെങ്കിലും അതിന്റെ ആക്സലറേഷൻ എല്ലായ്പ്പോഴും 0 ആവാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ ശരിയാണോ? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ഒരു ഒബ്ജക്റ്റ് യു വെലോസിറ്റിയിൽ വെർട്ടിക്കലി അപ്വേർഡ് ത്രോൺ ചെയ്തു. അത് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 അല്ലെ, വെലോസിറ്റി 0. അവിടുന്ന് വെലോസിറ്റി 0 ആയിട്ട് താഴേക്ക് മൂവ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ 0 ആണോ? അല്ല. കാരണം എന്തുവാ? ഇവിടെ വെലോസിറ്റി 0 ആയിട്ട് താഴേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആക്സിലറേഷൻ ഉണ്ട്. അത് ഡൗൺവേർഡ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ജി ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് ശരിയാ. എ ബോഡി ഹാവിംഗ് 0 വെലോസിറ്റി വിൽ നോട്ട് നെസസറിലി ഹാവ് 0 ആക്സിലറേഷൻ. വെലോസിറ്റി 0 ഉള്ള സമയത്തും ആക്സലേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. എ ബോഡി ഹാവിംഗ് 0 വെലോസിറ്റി വിൽ നെസസറിലി ഹാവ് 0 ആക്സലറേഷൻ. എ ബോഡി ഹാവിംഗ് 0 വെലോസിറ്റി വിൽ നെസസറിലി ഹാവ് 0 ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? വെലോസിറ്റി 0 ആണെങ്കിൽ എല്ലായ്പ്പോഴും ആക്സലറേഷൻ 0 എന്നല്ലേ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി ഇവിടെ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ 0 അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രീ ഫോളിൽ ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ ഡൗൺവേർഡ് ഉള്ളത് കൊണ്ടാണ് ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ 2 നമുക്ക് തെറ്റാണ്. The body having uniform speed can have only uniform acceleration. അപ്പോൾ യൂണിഫോം സ്പീഡിൽ യൂണിഫോം ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന സ്പീഡും ആക്സലറേഷനും തമ്മിൽ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തെറ്റാന്നൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിഫോം സർക്കുലാർ മോഷൻ. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിൽ പോകുന്നു.
സർക്കുലർ പാത്തിൽ പോകുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സലറേഷന്റെ പ്രത്യേകത എന്തുവാ? യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സലറേഷൻ ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. ഈ പോയിന്റിൽ വരുമ്പോൾ ആക്സലറേഷൻ ടുവേർഡ്സ് ദി സെന്റർ ഫ്രം ദിസ് പോയിന്റ് വരും. പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് ടുവേർഡ്സ് ദി സെന്ററിലേക്ക് വരും. ഓരോ പോയിന്റിലേക്കും ടുവേർഡ്സ് ദി സെന്ററിലേക്കാണ് ആക്സലറേഷൻ. ഇറ്റ് ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നമുക്കറിയാം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ എന്തുവാ? വി സ്ക്വയർ ബൈ ആർ ആണ്. റേഡിയസ് ആർ ആണെങ്കിൽ ബി സ്ക്വയർ ബൈ ആർ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ? സ്പീഡ് വി സെയിം ആണ്, റേഡിയസ് മാറുന്നില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലേഷൻ സെയിം ആണ്, പക്ഷേ ഡിറക്ഷൻ ഓഫ് ആക്സലേഷൻ ഈസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അല്ലേ? ഇവിടെ ടുവേർഡ്സ് ദി സെന്ററിലെ ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഇവിടെ റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷന്റെ ഡിറക്ഷൻ മാത്രം മാറിയാലും ആക്സലേഷൻ കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. വെക്ടർ കോൺസ്റ്റന്റ് ആകണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആകണം. ശരിയാണല്ലോ? അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമില്ല. അടുത്ത നോക്കാം, എ ബോഡി ഹാവിംഗ് നോൺ യൂണിഫോം വെലോസിറ്റി വിൽ ഹാവ് സീറോ ആക്സലറേഷൻ. അത് തെറ്റാന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നോൺ യൂണിഫോം വെലോസിറ്റി മീൻസ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടൈം ഈസ് കോൾഡ് ആക്സലറേഷൻ അല്ലേ? അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ആക്സലറേഷൻ ഉണ്ടാവണം. അപ്പോൾ അത് തെറ്റാ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 2ഉം 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാന്ന് നോക്കിയേ, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നമുക്ക് എയിലാണ് നമുക്കിടെ ഓപ്ഷൻ ഉള്ളത് അല്ലേ? അപ്പം എ 1, 2, 3 ആൻഡ് 4 ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് പേരൊക്കെ എ ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? കുറച്ച് പേര് എ ആണ്, കുറച്ച് പേര് സി എന്നൊക്കെ പറയുന്നുണ്ട്, 1 and 2. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കറക്റ്റ് എന്നുള്ളതിന് പകരം ഇൻകറക്റ്റ് എന്നുള്ളതിന് പകരം കറക്റ്റ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കാണാം. ഇനി കുറെ പേര് ആൻസർ എ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യനാണ്. നമുക്ക് അസേഷൻ റീസണിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. അസേഷൻ കറക്റ്റ് ആണോ അല്ലയോ, അത് എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമ്മൾ അതിന്റെ അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ അസേഷനിലേക്ക് പോകാം. മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി ഇൻ ലീനിയർ മോഷൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം മാസ് ഈസ് എ മെഷർ ഓഫ് ലീനിയർ ഇനേർഷ്യ. മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസേഷൻ ശരിയാ, മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി ഇൻ ലീനിയർ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ അത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലീനിയർ ഇനേഷ്യ മാസ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനിലെ ഇനേഷ്യ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമുക്ക് റീസൺ നോക്കാം. ഗ്രേറ്റർ ദി മാസ്, ഗ്രേറ്റർ ഈസ് എ ഫോഴ്സ് റിക്വയർഡ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അത് ശരിയല്ലേ? മാസ് കൂടുതലാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനും മാറ്റണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം അത് ശരിയാണ്. അപ്പൊ അതിന്റെ കാരണം എന്തുവാ? മാസ് കൂടുതലാണെങ്കിൽ ഇനേർഷ്യ കൂടുതലാണ്. ഇനേർഷ്യ കൂടുതലായതുകൊണ്ടാണ് തീർച്ചയായിട്ടും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ റീസണിങ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അസേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം മാസ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. ദാറ്റ് മീൻസ് വെൻ മാസ് ഇൻക്രീസസ് ഇനേർഷ്യ ഇൻക്രീസസ്. ശരിയല്ലേ? അപ്പോൾ അത് ക്ലിയർ കട്ടാണ്, നമുക്ക് വലിയ സംശയമൊന്നുമില്ല. ഫസ്റ്റ് നോക്കാം, അസേഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ്, റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. അപ്പോൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറെ പേരൊക്കെ ആൻസർ ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ എ എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ആൻസർ എ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ആൻസർ എ തന്നെയാണ് അല്ലേ? അപ്പൊ കൊള്ളാം, നന്നായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാവരും ആൻസർ എ തന്നെയാണ് പറയുന്നത്. കൊള്ളാം, കൂട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബൈ റണ്ണിങ് എ റെഫ്രിജറേറ്റർ വിത്ത് ഓപ്പൺ ഡോർ ഇൻ എ റൂം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കിയേ, നമ്മൾ ഓപ്പൺ റൂമിൽ റെഫ്രിജറേറ്റർ റണ്ണിങ് എ റെഫ്രിജറേറ്റർ വിത്ത് ഓപ്പൺ ഡോർ ഇൻ എ റൂം. ഒരു ക്ലോസ്ഡ് റൂം അസ്യൂം ചെയ്യുക. അപ്പോൾ അതിലൊരു റെഫ്രിജറേറ്റർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ റൂമിന്റെ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കുന്ന ചോദ്യം. ടെമ്പറേച്ചർ ഓഫ് ദി റൂം വിൽ റെഡ്യൂസ് എ ലിറ്റിൽ. ആ റൂം ക്യാൻ ബി കൂൾഡ് കൺസിഡറബിളി ബട്ട് ദിസ് വിൽ ടേക്ക് എ ലോങ് ടൈം. ദ റൂം വിൽ ഗെറ്റ് എ ലിറ്റിൽ ഹോട്ടർ. നൺ ഓഫ് ദീസ്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, റെഫ്രിജറേറ്റർ എന്തുവാ ചെയ്യുന്നത്? റെഫ്രിജറേറ്റർ നമുക്കറിയാം കുറെ വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി റിസീവ് ചെയ്യുന്നു. അതിനുശേഷം കോൾഡർ സിസ്റ്റത്തിൽ നിന്ന് കുറെ ഹീറ്റ് എനർജി എടുക്കുന്നു. ആ കോൾഡർ സിസ്റ്റത്തിൽ നിന്നുള്ള ഹീറ്റ് എനർജി ഒരു ഹോട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്.
അപ്പോൾ എന്തുമാത്രമാണ് ഈ റെഫ്രിജറേറ്റർ ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്ന എനർജി എന്ന് ചോദിച്ചാൽ എന്തുമാത്രമാണ്? ഒരു വർക്ക് ഡൺ നടക്കുന്നു, ആ വർക്ക് ഡൺ ഉപയോഗിച്ച് എന്തുമാത്രം ഹീറ്റ് എനർജി ആണോ കോൾഡർ സിസ്റ്റം അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതും ഈ വർക്ക് ഡണും കൂടെയാണ് ഔട്ട്സൈഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഇതിന് എന്തുമാത്രം വർക്ക് കിട്ടുമോ അതിലും കൂടിയ ഹീറ്റ് എനർജി ഇത് ഔട്ട്സൈഡിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെഫ്രിജറേറ്ററിന്റെ ഇൻസൈഡിൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് പലപ്പോഴും റൂം റെഫ്രിജറേറ്റർ ഓപ്പൺ ആക്കിയാൽ റൂമിലെ ടെമ്പറേച്ചർ കുറയും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ആൻസർ സി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊള്ളാൻ കൂട്ടി. അപ്പോൾ റൂം വിൽ ഗെറ്റ് എ ലിറ്റിൽ ഹോട്ടർ, ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് 5ാമത്തെ ചോദ്യം. എ മാസ് ഓഫ് m കിലോഗ്രാം മൂവ് വിത്ത് സ്പീഡ് ഓഫ് 1.5 meter per second is moving on a horizontal smooth surface, collides with a nearly weightless spring of force constant of 50 Newton per meter. The maximum compression of the spring is 0.15 meter. The value of mass m is. നമുക്ക് സിറ്റുവേഷൻ ഇതാണ്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സർഫസ് അസ്യൂം ചെയ്യുക. അപ്പോൾ ആ ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടൊരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് k അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ മാസ് ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു സ്മൂത്ത് സർഫസിൽ അപ്പോൾ ഒരു v വെലോസിറ്റിയിൽ m മാസ് മൂവ് ചെയ്യും. സ്പ്രിംഗ് ഇനിഷ്യലി അതിന്റെ നാച്ചുറൽ ലെങ്തിലാണ്, അത് ഹിറ്റ് ചെയ്യുന്നു. മാക്സിമം കംപ്രഷൻ 0.15 മീറ്റർ ആണ് വാല്യൂ ഓഫ് മാസ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ സംഭവിക്കുന്നത്? ഈ മാസ് വന്ന സ്പ്രിംഗിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്യും? സ്പ്രിംഗ് കംപ്രസ് ചെയ്യും. അപ്പോൾ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മാസിന്റെ എനർജി എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? സ്പ്രിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ മാസിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും, കാരണം സ്പ്രിംഗ് ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം. അപ്പോൾ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് 0 ആകുന്ന ഇൻസ്റ്റന്റിൽ എന്നാ സംഭവിക്കും? ഈ മാസിന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി മുഴുവൻ ആർക്ക് കൊടുക്കപ്പെടും? സ്പ്രിങ്ങിന് കൊടുക്കപ്പെടും. ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൺസർവേഷനോ മെക്കാനിക്കൽ എനർജി എടുക്കുക. അപ്പൊ സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ്, ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി മാസ് ആണ് എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് അറ്റ് മാക്സിമം കംപ്രഷൻ ആയിട്ട് മാറുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് അറ്റ് മാക്സിമം കംപ്രഷൻ. അപ്പോൾ അതാണ് സിംപിളി ഉള്ള പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതുപോലെ കണ്ടിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ½mv². പൊട്ടൻഷ്യൽ ചേർത്ത് മാക്സിമം കംപ്രഷൻ നമ്മൾ പഠിച്ച സ്പ്രിംഗ് കംപ്രഷൻ x ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½kx² ആണ്. അപ്പൊ ½ mv²=½kx². നിങ്ങൾ ആൻസർ ഒക്കെ പെട്ടെന്ന് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ mv²=kx². m എത്രയാ നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി v എത്രയാ? വെലോസിറ്റി നമുക്ക് തന്നത് 1.5 ആണ്. അപ്പോൾ m × 1.5². k നമുക്ക് എത്രയാ? 50 Newton per meter. x എത്രയാ നോക്കിയേ? x 0.15 മീറ്റർ. അപ്പൊ നമുക്ക് അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് 1.5 × 10⁻⁻1 എന്ന് എഴുതാലോ. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്യുമ്പം 1.5² × 10⁻² എന്ന് വരും. അങ്ങനെ എഴുതിയാൽ അഡ്വാൻറ്റേജ് എന്തുവാ? ഒരു 1.5² രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ആയി പോകും. അപ്പോൾ m is 50 × 10⁻⁻2 എത്ര? 0.5 കിലോഗ്രാം. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം എത്ര പേര് ശരിയാക്കി. വളരെ കൂടുതൽ ആൾക്കാർ ചെയ്ത ആൾക്കാരെല്ലാം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ കൊള്ളാം. നമ്മൾ അഭിഷേക്, ഫസ്റ്റിൻ, ഇന്ദുലേഖ, സിനി എല്ലാവരും അത് ആൻസർ ഓപ്ഷൻ എ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഈ പ്രിൻസിപ്പിൾ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ ഉള്ളതാണ്, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ശരിയാക്കി. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A planet in a distant solar system is 10 times more massive than Earth and its radius is 10 times smaller. Given that the escape velocity from the Earth is 11 km/s, the escape velocity from the surface of the planet would be. നമ്മൾ വളരെ പലതവണ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, √2gm/r. അത് ഫസ്റ്റ് പ്ലാനറ്റിൽ നിന്ന് എത്രയാണ് തന്നേക്കുന്നത്? 11 km/s. എർത്തിൽ നിന്ന് 11. രണ്ടാമത്തെ പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് വെലോസിറ്റി കാണുമ്പോൾ നോക്കിയാൽ മാസ് എത്രയാ? മാസ് 10 times ആണ്. അപ്പോൾ എർത്തിന്റെ മാസ് m ആണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര കൊടുക്കണം? 10m എന്ന് കൊടുക്കണം. സംശയമില്ലല്ലോ. റേഡിയസ് എത്രയാ? 10 times smaller. 10 times smaller എന്ന് പറഞ്ഞാൽ എത്രയാ? r/10. അപ്പോൾ ഇവിടെ ഒരു r/10 വരും, 10 മുകളിൽ പോകും.
അപ്പോൾ നമുക്ക് 10 into 10 100ന്റെ റൂട്ട് 10 വരും. 10 into root of 2gm/r. റൂട്ട് ഓഫ് 2gm/r 11 ആണല്ലോ. 11 into 10 110 km/s വരും. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, 110 km/s. അപ്പോൾ ആൻസർ സി എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. കൊള്ളാം, ഗുഡ്. നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തല്ലേ. അപ്പോൾ ആൻസർ സി ആണ്. നമുക്ക് അടുത്തത് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. If an electron and a proton having same momentum enter perpendicular to a magnetic field, then നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ പ്രത്യേകത എന്തുവാ? അത് സർക്കുലർ പാത്തിൽ പോകുമെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ തിയറി ഒക്കെ അറിയാം. ഒരു ചാർജ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇനിഷ്യൽ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? സർക്കുലർ പാത്തിൽ പോകും. സർക്കുലർ പാത്തിൽ പോകണമെങ്കിൽ എന്ത് വേണോ നാം പഠിച്ച സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാ? മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, അത് mv²/r ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് QVB sin θ, θ 90 ഡിഗ്രി. അത് നമ്മൾ ഓർത്തിരിക്കണം. മാഗ്നറ്റിക് ഫോഴ്സ് QVB sin θ, ഹിയർ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ, സോ θ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, റേഡിയസ് r ഈസ് ഈക്വൽ ടു ഒരു v ക്യാൻസൽ ആയി പോയി mv/qb. ഇതൊക്കെ ഡയറക്റ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. റേഡിയസ് r ഈസ് mv/qb. mv into v എന്തുവാ? മൊമെന്റമാണ്. അപ്പോൾ r ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മൊമെന്റം p/qb എന്ന് എഴുതാം. എങ്ങനെ എഴുതാൻ കാരണം എന്തുവാ? ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്, സെയിം മൊമെന്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ രണ്ടു പേർക്ക് സെയിം ആയിട്ടുള്ളത് എന്താണോ അതിന്റെ ടേംസിൽ ഇക്വേഷൻ എഴുതിയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അപ്പോൾ മൊമെന്റം രണ്ടു പേർക്കും സെയിം ആണ്. ഇനി നോക്കിയാൽ ഇലക്ട്രോണും പ്രോട്ടോണും എടുത്താൽ ഒരാൾക്ക് ചാർജ് പോസിറ്റീവ്, ഒരാൾക്ക് ചാർജ് നെഗറ്റീവ് ആണ്. പക്ഷേ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടു പേർക്ക് സെയിം ആണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ റേഡിയസിന്റെ വാല്യൂ സെയിം തന്നെയാണ്. പക്ഷെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോണ് പ്രോട്ടോണ് സെയിം മാഗ്നറ്റിക് ഫീൽഡിൽ സെയിം ഡയറക്ഷനിൽ വന്നാൽ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഒരാൾ ആന്റി ക്ലോക്ക് വൈസിൽ പോയാൽ അടുത്തയാൾ ക്ലോക്ക് വൈസിൽ പോകും. ഡിറക്ഷൻ ഓഫ് മോഷൻ റിവേഴ്സ് ചെയ്യും, പക്ഷേ റേഡിയസിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കർവ്ഡ് പാത്താണ്, സർക്കുലർ പാത്താണ്, റേഡിയസ് രണ്ടുപേർക്ക് സെയിം എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങളെല്ലാം ശരിയാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കർവ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വിൽ ബി സെയിം ഇഗ്നോറിംഗ് ദി സെൻസ് ഓഫ് റെവല്യൂഷൻ. അപ്പൊ അത് ശരിയാ. നിങ്ങൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് അല്ലേ. കൊള്ളാം, മക്കൾ നന്നായിരിക്കുന്നു. അത് ദേ വിൽ മൂവ് അൺഡിഫ്ലക്റ്റഡ്. അത് തെറ്റാന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. കർവ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രോൺ ഈസ് മോർ കർവ്ഡ് ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺ. അതും തെറ്റാണ്. ഇലക്ട്രോണിന്റെയും രണ്ടിന്റെ റേഡിയസ് സെയിം. പാത്ത് ഓഫ് പ്രോട്ടോൺ ഈസ് മോർ കർവ്ഡ്, തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ട്രാൻസ്ഫോമർ number of turns in the primary coil are 140 and that in the secondary coil are 280. Number of turns in the primary coil നമുക്ക് NP എന്ന് എടുക്കാം. Number of coils in the secondary NS എന്ന് എടുക്കാം. If current in the primary coil is 4 ampere, അത് IP എന്ന് എടുക്കാം. Then the secondary coilലെ കറണ്ട് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ വെറുതെ തന്നാൽ അത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിട്ട് എടുക്കണം. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാം. കറണ്ട് ഇൻ സെക്കൻഡറി ബൈ കറണ്ട് ഇൻ പ്രൈമറി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ നമ്മൾ IS/IP ഇസ് ഈക്വൽ ടു NP/NS മാറിപ്പോയിക്കരുത്. അപ്പോൾ IS ഇസ് ഈക്വൽ ടു എത്ര വരും? IP ഇൻറ്റു IP ഇങ്ങോട്ട് കൊണ്ടുവരാം. IP 4 ആംപിയർ ഇൻറ്റു NP എത്രയാ? 140. NS എത്രയാ? 280. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ വരുന്നത്? 2 ആംപിയർ വരും. അപ്പം കറണ്ട് 2 ആംപിയർ ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്ത ആൾക്കാരെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യൻ. ടു ഡെമോൺസ്ട്രേറ്റ് ദ ഫിനോമിനൻ ഓഫ് ഇന്റർഫറൻസ് വി റിക്വയർ 2 sources which emits radiation of. നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. നമുക്ക് ഇന്റർഫറൻസ് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാൻ 2 കൊഹറന്റ് സോഴ്സസ് വേണം. ആ കൊഹറന്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ തന്നെ അവരിൽ ആ ഫേസ് ഡിഫറൻസസ് കോൺസ്റ്റന്റ് ആയിരിക്കണം നമുക്കറിയാം. 2 പറഞ്ഞ ഫ്രീക്വൻസി വേവ് ലെങ്ത് സെയിം ആയിരിക്കണം നമുക്കറിയാം. അത് ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്താന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നിങ്ങൾ കുറച്ചുപേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്ന് നിയർലി സെയിം ഫ്രീക്വൻസി എന്നാണൊന്ന്.
are the same frequency, different wavelength, same frequency and having a definite phase relationship. അപ്പോൾ അതിൽ നിങ്ങൾ ആൻസർ എല്ലാം ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഇവിടെ സെയിം ഫ്രീക്വൻസി എടുത്തിട്ട് അത് ആൻസർ എഴുതി വെക്കരുത് കേട്ടോ, കാരണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സെയിം ഫ്രീക്വൻസി ആൻഡ് ഹാവിങ് ഡെഫിനിറ്റ് ഫേസ് റിലേഷൻഷിപ്പ്. ഫ്രീക്വൻസി സെയിം ആയാൽ മാത്രം പോരാ, അവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പം നിങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ അടുത്ത 10ാമത്തെ ചോദ്യം, a traveling wave passes a point of observation. At this point, the time interval between successive crests is 0.2 second and the wavelength, the frequency, velocity, wavelength ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ഥലത്തൂടെ ഒരു ക്രെസ്റ്റ് പാസ് ചെയ്തു. ക്രെസ്റ്റ് ഒക്കെ നമുക്ക് അറിയാമല്ലോ, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വരുന്ന ക്രെസ്റ്റും മിനിമം വരുന്ന ട്രിഫും. ഒരു സ്ഥലത്തൂടെ ഒരു ക്രെസ്റ്റ് പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമുക്ക് 0.2 സെക്കൻഡ് തന്നിരിക്കുന്നത്. അതെന്തുമായിരിക്കും? നമുക്കറിയാം, ഒരു ക്രെസ്റ്റ് മുതൽ അടുത്ത ക്രെസ്റ്റ് വരെയുള്ള വേവിനെയാണ് ഒരു 1 കംപ്ലീറ്റ് വേവ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു 1 കംപ്ലീറ്റ് വേവ് ഒരു റീജിയണിൽ കൂടെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലേ തന്നിരിക്കുന്നത്, അത് ടൈം പീരീഡ് ഓഫ് ദി വേവ് അല്ലേ. ടൈം പീരീഡ് ഓഫ് ദി വേവ് 0.2 സെക്കൻഡ്. ടൈം പീരീഡ് കിട്ടിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തുവാ, നമുക്കറിയാം ഫ്രീക്വൻസിയാണ്. അപ്പോൾ പിന്നെ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എല്ലാം തെറ്റാണ്. കാരണം ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ഇൻഫർമേഷനും നമുക്കില്ല. അപ്പോൾ വേവ് ലെങ്തോ സ്പീഡോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുവാ, ടൈം പീരീഡ് കിട്ടിയാൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്. അപ്പോൾ 1/0.2 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഹെർട്സ് വരും. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ ബി ആണ് വരിക. ദി ഫ്രീക്വൻസി ഈസ് 5 ഹെർട്സ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ദുലേഖ, അച്ചു, കാശിനാഥ് എല്ലാം നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി 5 ഹെർട്സ്. ബാക്കിയൊന്നും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം ബാക്കി ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ ബി മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അടുത്തത് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡേ ടോപ്പിക്കാണ്, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും അല്ലേ. ദ ഡയഗ്രാം ഷോസ് എനർജി ലെവൽസ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ സർട്ടൺ ആറ്റം. The transition shown represents which transition shown represents the emission of photon with the most energy. Emission of photon നടക്കണം, എനർജി കൂടുതലായിരിക്കണം. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ 1 നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് തേർഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഫസ്റ്റിൽ നിന്ന് തേർഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ അത് എനർജി എമിഷൻ നടക്കില്ല, അബ്സോർഷൻ നടക്കണം. ഹയസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നതോറും എനർജി കൂടുക. എനർജി കൂടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അബ്സോർഷൻ നടക്കണം. അപ്പോൾ ഇത് കാണുമ്പോഴേ മനസ്സിലാക്കാം ഇത് തെറ്റാണ്. കാരണം ഇതെന്തോ, ഇത് അബ്സോർഷന്റെ സിറ്റുവേഷനാണ് തന്നിരിക്കുന്നത്, നമുക്ക് എമിഷനാണ് വേണ്ടിയത്. പിന്നെ ബാക്കി 3 ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹയർ സ്റ്റേറ്റിലേക്ക് പോകും തോറും എനർജി ഡിഫറൻസ് കുറയും. നമുക്ക് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ, നമ്മൾ ഒരു ആറ്റം എന്ന് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ ആറ്റം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റിന്റെ എനർജി -13.6 ആണ്. ഇവിടെ -3.4 ഇലക്ട്രോൺ വോൾട്ട് ഹൈഡ്രജൻ ആറ്റം എടുത്താൽ. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഡിഫറൻസ് തന്നെ നമുക്കറിയാം ഇവിടെ നിന്നുള്ള ഹയസ്റ്റ് സ്റ്റേറ്റിന്റെ എനർജി ഡിഫറൻസിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ എനർജി ഡിഫറൻസ് കൂടുതൽ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ നോക്കിയാൽ 2-ൽ നിന്ന് 1-ലേക്കാണ് തേർഡ് ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ലോവർ സ്റ്റേറ്റിലേക്ക് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എമിഷൻ ആണ്. ഇവിടെയല്ലേ മാക്സിമം എനർജി വരുന്നത്. 2-ൽ നിന്ന് 1-ലേക്കാണ് ഏറ്റവും എനർജി ഡിഫറൻസ് വരുന്നത്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ സി ആണ് വരുന്നത്. തേർഡ് ട്രാൻസിഷൻ ആണ് നമുക്കിവിടെ മാക്സിമം എനർജിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചിലരുടെ ഓപ്ഷൻ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ പേര് സി ആണ്, ചിലരുടെ ഓപ്ഷൻ ഡി എന്ന് എഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ -3.4 ആണെങ്കിൽ n ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എനർജി എത്രയാണ് വരുന്നത്, 0 വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിഫറൻസ് ആകെപ്പാടെ 3.4 ഉള്ളൂ. അതായത് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ n 3.4 ആണ് എനർജി ഡിഫറൻസ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ 13.6 - 3.4 അതിലും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേർഡ് ഓപ്ഷനാണ്, സി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ അടുത്ത 12ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 220 volt 1000 watt bulb is connected across a 110 volt main supply. The power consumed will be. അപ്പോൾ ഇത് എഴുതിയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. പവർ കൺസ്യൂംഡ് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ 220 വോൾട്ട് കൊടുത്തു, അപ്പോൾ 1000 വാട്ട് ആണ്. രണ്ടാമത് 110 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ തന്നേക്കുന്നത്.
അപ്പോൾ നിങ്ങളിവിടെ ആൻസറൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ഇവിടെ v²/r എടുക്കണം. പലപ്പോഴും പലരും I²r എടുക്കണോ v²/r എടുക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം എന്തുവാ, ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പവർ കൺസ്യൂംഡ് കാണാൻ P = v²/r എടുക്കാം. r സെയിം ആയതുകൊണ്ട് P പ്രൊപ്പോർഷണൽ ടു v². അപ്പോൾ P' P = v'/v² വരും. v' എത്രയാ 110 ആണ്, v 220 ആണ്. 110/220² 1/2² 1/4 വരും. അപ്പോൾ P' = P/4 അല്ലേ? P 1000 ആണ്, 1000/4 എത്രയാ വരുന്നത്? 250 വാട്ടാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നിങ്ങൾ 250 വാട്ട് ഓപ്ഷൻ സി എന്ന് വളരെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു. നമുക്ക് അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. An object is placed 20 centimeter in front of a convex mirror. നമുക്ക് എന്ത് മിററാണ് തന്നിരിക്കുന്നത്? ഒരു കോൺവെക്സ് മിററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസിലാണെന്ന് നോക്കിയേ, 20 സെന്റിമീറ്ററിൽ. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്ക് ലൈറ്റ് വരുന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മിററിന്റെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഉള്ള മെഷർമെന്റ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -20 സെന്റിമീറ്റർ. മിററിന്റെ ഫ്രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്ന് ഓർത്താലും മതി. മിററിന്റെ ബാക്ക് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ നോക്കിയാൽ ഇമേജ് ഫോംഡ് ബൈ ദി മിറർ. അപ്പോൾ നോക്കിയാൽ കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് വെച്ചാൽ അത് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ത് ഇമേജാണ്? നമുക്ക് എല്ലാവർക്കും അറിയാതെ വെർച്വൽ ഇമേജാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. റിയൽ ഇമേജ് എന്നുള്ള തെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലായ്പ്പോഴും എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ റിയൽ ഇമേജ് എന്നുള്ളത് തെറ്റാണ്. ഇതുപോലെ കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് ആൻഡ് ഡിമിനിഷ് ഇമേജ് അല്ലേ ഫോം ചെയ്യുന്ന. ഡിമിനിഷ് ഇമേജ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിരിക്കും. ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ വെർച്വൽ ആൻഡ് 20 സെന്റിമീറ്റർ ഫ്രം ദി മിറർ ഒരിക്കലും വരത്തില്ല. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ പ്രത്യേകത എന്തുവാ, സെയിം സൈസ് ഉള്ള ഇമേജ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് ആണ് ഒരു റിയൽ ഒബ്ജക്റ്റ് ഇൻഫ്രണ്ടിൽ വെച്ചാൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ എയും ഡിയും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഡിമിനിഷ് ഇമേജ് ആയതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ദി ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ, സോറി ഒബ്ജക്ട് ഡിസ്റ്റൻസ് 20. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് 20യെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാ. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് ഇക്വേഷൻ 1/f = 1/v + 1/u. സോ 1/v = 1/f - 1/u. ഫോക്കൽ ലെങ്ത് എത്രയാ, 10 ആണ്. ഇത് നമ്മൾ ആലോചിക്കണം, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോൺവെക്സ് മിറർ ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് പ്ലസ് ആണ്. അപ്പോൾ +1/10. യു എത്രയാ, മൈനസ് ആണ്. ഇവിടെ -1/u ആണ്. യുവിന് -20 കൊടുക്കുമ്പോൾ മൈനസോ മൈനസ് +1/20 വരും. അപ്പോൾ നമ്മളിവിടെ LCM 20 എടുക്കുവാണെങ്കിൽ ഇവിടെ 2 വരും, +1 വരും. അപ്പോൾ 1/v 3/20 വരും. അപ്പോൾ v = 20/3 സെന്റിമീറ്റർ. ശരിയല്ലേ? പിന്നെ വെർച്വൽ ഇമേജ് ആണെന്ന് നമുക്കറിയാം. കാരണം ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് മിററിന്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ ഓപ്ഷൻ സി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വെർച്വൽ ആണ് 20/3 അല്ല. അപ്പോൾ കാൽക്കുലേഷൻ തന്നെ ചെയ്യാതെ തന്നെ ആൻസർ എഴുതാം. അപ്പം ഫൈനൽ എക്സാമിനൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം. അപ്പോൾ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോണം. നമുക്ക് അടുത്ത 14ാമത്തെ ചോദ്യം. ടു ഗെറ്റ് ആൻ ഔട്ട്പുട്ട് 1 ഫ്രം ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദി ഇൻപുട്ട് മസ്റ്റ് ബി. നമുക്കറിയാം മിക്കവാറും എല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ട് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ്. നമ്മളിവിടെ ഡിസ്കഷനിലൊക്കെ പലതവണ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു എ ഇൻപുട്ട് ബി ഇൻപുട്ട്. ഇതെന്ത് ഗേറ്റാ? ഇതൊരു ഓർ ഗേറ്റാ. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ ഓർ ബി എന്ന് എഴുതാം. സിമ്പിളാ, ശരിയാണല്ലോ. പിന്നെ അടുത്തൊരു സി ഉണ്ട്. അപ്പോൾ ഇതെന്താ ഗേറ്റാ? ആൻഡ് ഗേറ്റാ. ഈ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എ ഓർ ബിയും അടുത്തത് സിയും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? എ ഓർ ബി എന്ത് ചെയ്യണം? സിയുമായിട്ട് ആൻഡ് ചെയ്യണം. അപ്പോൾ എ ഓർ ബി ആൻഡ് സി. അപ്പോൾ നമുക്കറിയാം ഇവിടെ എ ഓർ ബി ആൻഡ് സി വരുമ്പം എ ഓർ ബി 1 ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഔട്ട്പുട്ട് 1 കിട്ടാൻ സാധ്യതയുള്ളൂ. നമുക്ക് നോക്കാം, A0 B1. അപ്പോൾ എ ഓർ ബി 1 ആണ്. അപ്പോൾ എ ഓർ ബി 1 ആൻഡ് സി, സിയുടെ വാല്യൂ 0. അപ്പോൾ സി 0 ആണെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്ഷൻ ചെയ്യുമ്പം
സി സീറോ ആയ ആൻസർ എല്ലാം തെറ്റായിരിക്കും. കാരണം എന്തുവാ, ഇവിടെ എ ഓർ ബി ആൻഡ് സി ആണ്. സി സീറോ ആണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോയാണ്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സി സീറോ ആണെങ്കിൽ ആൻസർ സീറോ ആണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് 1 ആണ് വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ പാടെ ഒരു പോസിബിലിറ്റി ഉള്ളതാണ്. ഓപ്ഷൻ സി മാത്രമേ C1 വരുന്നുള്ളൂ, അത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. A1 B1. അപ്പോൾ എ ഓർ ബി ഓർ ഗേറ്റിൽ രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അപ്പോൾ എ ഓർ ബി 1. പിന്നെ സി. അപ്പോൾ 1 ആൻഡ് 1 നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് സി തന്നെ, എല്ലാവരും ആൻസർ സി വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അടുത്ത 15ാമത്തെ ചോദ്യം. 2 Polaroids are kept close to each other. Now one of them is rotated through an angle of 45 degree. Cross each other എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. 2 പോളറോയിഡ്സും ഇനിഷ്യലി പെർപെൻഡിക്കുലർ ആണ്. ഒരാളെ 45 ഡിഗ്രി റൊട്ടേഷൻ നടത്തി. അപ്പോൾ ഈ 2 പോളറോയിഡ്സുകളുടെ ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ ഇപ്പം എത്രയായിട്ട് മാറും? 45 ഡിഗ്രി ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 2 പോളറോയിഡ്സ് ഡയറക്ഷൻ അസ്യൂം ചെയ്താൽ ഇതിന്റെ ഡയറക്ഷനുമായിട്ട് അടുത്തത് 45 ഡിഗ്രിയാണ്. കാരണം രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിരുന്നു. ഒരാളെ നമ്മൾ 45 ഡിഗ്രി റൊട്ടേഷൻ നടത്തുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദം 45 ഡിഗ്രിയാണ്. The percentage of unpolarized light incident now transmitted through the system is. അപ്പോൾ ഇവിടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആ ഇൻസിഡന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി I0. അത് ഫസ്റ്റ് പോളറൈസറിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇന്റൻസിറ്റി എത്രയാണ്? I0/2 ആണ്. നിങ്ങൾ അവിടെ ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇനി അടുത്ത നമുക്കറിയാം, അടുത്ത പോളറോയിഡിൽ കൂടെ പാസ് ചെയ്യുമ്പം നമുക്ക് ഇന്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഇന്റൻസിറ്റി I0/2 ഇൻറ്റു cos square theta എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. തീറ്റ എത്രയാ? 45 ഡിഗ്രിയാണ്. അപ്പോൾ cos square 45 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു I0/2 ഇൻറ്റു cos 45 1/√2 ആണ്. അപ്പോൾ cos square 45 1/2 ആണ്. അപ്പോൾ I0/4 വരും. I0/4 എന്ന് പറഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജാ? 25%. പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 100/4 25 ആണ്. അപ്പോൾ 25% ഓഫ് I0. അപ്പോൾ നോക്കട്ടെ, നിങ്ങൾ ആൻസർ ഓപ്ഷൻ ബി, എല്ലാവരും ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. അപ്പം അവിടെ എന്തോ സംശയം വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ I0/2 ആയിട്ട് ഒരാളെ പാസ് ചെയ്യുമ്പോൾ മാറും. അടുത്തയാളുടെ I0/2 ഇൻറ്റു cos square 45 ആണ്. അപ്പം 25% ആണ് ആൻസർ. അപ്പോൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. അടുത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വളരെ ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷേ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് ഓഫ് എ ഹാർമോണിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ വാക്യൂം ഈസ് B0 is equal to 480 nanotesla. The amplitude of the electric part of the wave in Newton per coulomb is. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ E0 is equal to C into B0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. ഇപ്പോൾ സിയുടെ വാല്യൂ എത്രയാ? 3 × 10⁸ ആണ്. B0 എത്രയാണ്? B0 നോക്കിയാൽ 480 നാനോ ടെസ്ലയാണ്. അപ്പോൾ അതിന് ടെസ്ലയിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻9 വരും. അപ്പോൾ നോക്കിയാൽ 10⁸ 10⁻⁻9 പോയിട്ട് 10⁻⁻1 വരും. അപ്പോൾ ഈ 480യുടെ 0 അങ്ങ് കളയാമല്ലോ. അപ്പോൾ 480 × 3 ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 144 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അവിടെ 10ന്റെ പവറൊക്കെ വിട്ടുപോയാൽ ആൻസർ മാറിപ്പോകും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം 14.14 എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ 10ന്റെ പവർ മാറിപ്പോയതായിരിക്കും. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 144. അപ്പോൾ നാനോ ടെസ്ല 10⁻⁻9 ആണ്. അപ്പോൾ 48 × 3 144 ആണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത 17ാമത്തെ ചോദ്യം നമുക്ക് അല്പം ശ്രദ്ധിച്ചോണം. പിന്നെ സീരീസ് LCR സർക്യൂട്ട് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ, അത് അപ്ലൈഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ എന്നൊക്കെയാണ് ചോദ്യം. സീരീസ് LCR സർക്യൂട്ടിൽ നമുക്കറിയാം ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. ഇൻഡക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VL, കപ്പാസിറ്ററിന്റെ VC, റെസിസ്റ്റൻസിന്റെ VR. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ തമ്മിലൊരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജിന്റെ
ആർ എം എസ് വാല്യൂ ഓർ പീക്ക് വാല്യൂ കാണുമ്പം വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മൾ വി ഇസ് ഈക്വൽ ടു വി ആർ പ്ലസ് വി എൽ പ്ലസ് വി സി എന്നൊക്കെ എടുത്താൽ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ പീക്ക് വാല്യൂ ആർ എം എസ് വാല്യൂ കാണുമ്പം വി ഇസ് റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി എല്ലും വി സിയും ചിലപ്പോൾ ഈ വിനെക്കാട്ടിലും കൂടുതൽ വരാം. നമ്മൾ റെസൊണൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. റെസൊണൻസിൽ വി ആർ 0 ആണ്, സോറി വി എല്ലും വി സിയും ഈക്വൽ ആണ്. ആ വി എല്ലും വി സിയും ഈക്വൽ ആകുന്ന സമയത്ത് അത് ഗ്രേറ്റർ ദാൻ വി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡി സി സർക്യൂട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്ലൈഡ് വോൾട്ടേജ് പല ആൾക്കാർക്ക് സീരീസ് കോമ്പിനേഷനിൽ ഷെയർ ചെയ്ത് പോകും. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് വോൾട്ടേജിനെക്കാട്ടിലും കുറവാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫേസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് വി എല്ലും വി സിയും അപ്ലൈഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ വരാം, കുറവ് വരാം. അപ്പോൾ അത് സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ വി ആർ ഒരിക്കലും വിനെക്കാട്ടിലും കൂടാൻ പറ്റത്തില്ല കേട്ടോ. കാരണം വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതിന്റെ മിനിമം വാല്യൂ 0 ആണ്. അത് വി എല്ലും വി സിയും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു വി ആർ വരും. ബാക്കിയുള്ള സിറ്റുവേഷൻസിലെല്ലാം വി ആറിന്റെ വാല്യൂ വിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ മേ ബി ഗ്രേറ്റർ ദാൻ സോഴ്സ് ഇ എം എഫ് ശരിയാണല്ലോ. ഓൾവേസ് ഗ്രേറ്റർ ദാൻ സോഴ്സ് ഇ എം എഫ് തെറ്റാതെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് മാറും. മേ ബി ലെസ് ദാൻ ദി സോഴ്സ് ഇ എം എഫ് അതും ശരിയാണ്. അപ്പോൾ നമുക്ക് എയും സിയും നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം അപ്ലൈഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടിയ വോൾട്ടേജോ കുറഞ്ഞ വോൾട്ടേജോ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഇടയ്ക്ക് വരാം. അപ്പോൾ അത് ഓരോ സിറ്റുവേഷനിലും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്തുവാ? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വോൾട്ടേജസ് ഇവിടെ ഉണ്ട്. വി എല്ലും വി സിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്, സോറി 180 ഡിഗ്രിയാണ് കേട്ടോ. വി എല്ലും വി സിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ റിസൾട്ടന്റ് വോൾട്ടേജ് വി എൽ മൈനസ് വി സി ആണ്. വി ആറും വി എല്ലും തമ്മിലാണ് ഫേസ് റിഫറൻസ് 90, വി ആറും വി സിയും തമ്മിലാണ് ഫേസ് റിഫറൻസ് 90. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രദ്ധിച്ചോണം. അപ്പം കൂടുതൽ പേരും അത് ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. നമുക്ക് അടുത്തത് 18ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡൊക്കെ സിമ്പിൾ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത്. ഇൻ റിവേഴ്സ് ബയസിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടീഷൻ ആണ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഇസ് കണക്റ്റഡ് ടു പി സൈഡ്, നെഗറ്റീവ് ടെർമിനൽ ടു എൻ സൈഡ്. നമുക്കറിയാം, നോക്കേണ്ട ആവശ്യമില്ല. അത് ഫോർവേഡ് ബയസ്. പി ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. അത് ഫോർവേഡ് ബയസിന്റെ കണ്ടീഷനാണ്. അത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഇസ് കണക്റ്റഡ് ടു പി സൈഡ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എൻ സൈഡ്. അതും നോക്കേണ്ട ആവശ്യമില്ല. അതും ഫോർവേഡ് ബയസിന്റെ കണ്ടീഷനാണ്. The positive terminal of the battery is connected to the N side and negative terminal of the side connected negative terminal to P side and the depletion region becomes C. ആദ്യത്തെ ശരിയാ, പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു എൻ സൈഡും നെഗറ്റീവ് ടെർമിനൽ പി സൈഡും. അപ്പോൾ അത് റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആണ്. പക്ഷേ അവിടെ ഡിപ്ലീഷൻ റീജിയൻ തിന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അല്ല. റിവേഴ്സ് ബയസിൽ കറണ്ട് ഫ്ലോ വളരെ കുറവാണ് നമുക്കറിയാം. കാരണം ഡിപ്ലീഷൻ ലൈനിന്റെ തിക്നെസ് കൂടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം. The positive terminal of the battery is connected to N side and the negative terminal of to P side and the depletion region becomes thick. അപ്പോൾ അതും ആൻസർ ഡി ആണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ മാത്രം വായിച്ചിട്ട് ചില ആൻസർ ഓപ്ഷൻ സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും മാറിപ്പോയത്. അപ്പോൾ ആൻസർ ഡി ആണ്. കുറച്ച് പേര് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വായിച്ചിട്ട് എഴുതാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ആദ്യത്തെ പാർട്ട് മാത്രം വായിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻ സി എന്ന് ചിലർ പറയുന്നത്. അപ്പോൾ ആൻസർ ഡി ആ. കൊള്ളാം. അപ്പോൾ അടുത്തത് 19ാമത്തെ ചോദ്യം. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആർ ഡബിൾഡ് വർക്ക് വുഡ് ബി. പെട്ടെന്ന് ആൻസർ ചെയ്തത്, കാരണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അത് രണ്ടും നമ്മൾ ഡബിൾ ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ എത്രയാവും എന്നാണ് ചോദ്യം. പെട്ടെന്ന് നമുക്ക് കമന്റ് ചെയ്യാമല്ലോ. കാരണം വർക്ക് ഡണിന്റെ ഒക്കെ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡൺ ഡബിൾ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി ഫോഴ്സ്. എഫ് എസ് കോസ് തീറ്റ ആണ്. പക്ഷെ ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. അപ്പോൾ നിങ്ങളിവിടെ ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ കേസിൽ വർക്ക് ഡൺ ഡബ്ല്യു എടുക്കുമ്പം ഫോഴ്സ് എഫിന് പകരം 2F എസിന് പകരം 2S ആണ്. അപ്പോൾ 4F ഇൻറ്റു എസ് വരും. ദാറ്റ് ഈസ് 4W. അപ്പോൾ വർക്ക് എത്രയായി? 4 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതെല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കേരള എൻട്രൻസിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അത് സിമ്പിൾ ആണ്. 2 particles of equal masses are revolving in circular paths of radii R1 and R2 respectively with the same speed. The ratio of their centripetal forces.
അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളല്ലോ. നമുക്ക് റേഷ്യോ ഓഫ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. സെയിം സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തുവാ? എം വി സ്ക്വയർ ബൈ ആർ. അപ്പൊ സെയിം സ്പീഡ് ആകുമ്പോൾ വി സെയിം ആണല്ലോ. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r. കാരണം ഈക്വൽ മാസസ് ആണ്, സ്പീഡ് സെയിം ആണ്. അപ്പൊ എം വി സെയിം ആണ്, എഫ് പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പോൾ F1/F2 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? R2/R1 എന്ന് എഴുതാം. അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. എഫ് എം വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ 1/r ആണ്. അപ്പോൾ F1/F2 R2/R1 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ കൊള്ളാം. നമുക്ക് അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ of mass and radius are about a line parallel to the axis of the cylinder and lying on the surface of the cylinder is. അപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കും, ഒരു സിലിണ്ടർ എടുക്കുക. അപ്പോൾ ആ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇത് സോളിഡ് സിലിണ്ടർ ആണ് കേട്ടോ. നമുക്ക് ആ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കേണ്ട ആക്സിസിന്റെ പ്രത്യേകം നോക്കിയേ. ലൈങ് ഓൺ ദി സർഫസ് ഓഫ് ദി സിലിണ്ടർ ആൻഡ് പാരലൽ ടു ദി ആക്സിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിന്റെ സർക്കംഫറൻസിൽ കൂടെ ആക്സിസിന് പാരലൽ. ആക്സിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം ഇതിന്റെ സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെന്റർ ഓഫ് മാസിൽ കൂടെയാണ്. അതിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ ICM ആണെങ്കിൽ സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ അത് mr²/2 ആ. റേഡിയസ് r, മാസ് m ആണെങ്കിൽ ICM ഈസിൽ mr²/2. ഇത് നോക്കിയാൽ ഈ സെൻട്രോ മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പാരലൽ അല്ലേ നമ്മുടെ ആക്സിസ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ കാണാൻ വേണ്ടിയിട്ട് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്താൽ മതിയല്ലോ. പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് I = ICM + mr². ഇവിടെ r റേഡിയസ് തന്നെയാണ്, കാരണം രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അത് റേഡിയസ് r. അപ്പൊ ICM എത്രയാ? mr²/2 ആണ്, പ്ലസ് mr² വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3/2 mr² എന്ന് കിട്ടും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമുക്ക് 3/2 mr² ആണ്. ആൻസർ ഓപ്ഷൻ സി ആ വരുന്നത്, 3/2 mr². അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ സി വളരെ അധികം പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. The radioactivity of an element becomes 1/64 times the original value in 60 seconds. Then the half-life period of the element is. അപ്പോൾ radioactivity 1/64 times ആയി. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയുടെ ഇക്വേഷനൊക്കെ അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനത് ഇക്വേഷൻ വഴി ചെയ്ത് കാണിക്കാം. ആക്ടിവിറ്റി A = A0 × 1/2 raised to T/T½ എന്ന ഇക്വേഷൻ. A ആഫ്റ്റർ എ ടൈം T ആക്ടിവിറ്റി, ക്യാപിറ്റൽ T ഹാഫ് ലൈഫ് ആണ്, A0 ഇനിഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ അതാണ് ഇക്വേഷൻ. A = A0 × 1/2 raised to T/T². ഇനി നോക്കിയാൽ ആക്ടിവിറ്റി 60 സെക്കൻഡിന് ശേഷം 1/64 ആയി. അപ്പോൾ A എന്ന് പറയുന്നത് A/A0/64 ആയി. അപ്പോൾ ഇതിനെ നമുക്ക് A0 × 1/2 raised to T/T². A0 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1/64 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 raised to 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/2 raised to T/T². അപ്പോൾ ഇനി നോക്കിയേ, രണ്ട് സൈഡിലും 1/2 raised to പവർ ആണ്. അപ്പോൾ രണ്ടിന്റെ 2 raised to പവർ സൈഡിൽ ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ 6 = T/T½ എന്ന് വരും. അപ്പോൾ T½ = T/6. ടൈം 60 അല്ലേ, 60/60 T = 10 എന്ന് വരും. അപ്പോൾ ആൻസർ ഏതാ? 10 സെക്കൻഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷൻ ബി എല്ലാവരും ശരിയാക്കണം. നമുക്കറിയാം 64 എന്ന് പറഞ്ഞ് 2 raised to 6 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 ടൈംസ് ഹാഫ് ലൈഫ് എന്നൊക്കെ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ, ഇക്വേഷൻ ഒന്നും എഴുതണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ആൻസർ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടല്ലേ, കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ അത് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി മാക്സിമം വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് v. If amplitude is doubled and the time period of oscillation decreases to 1/3 of its original value, the maximum velocity becomes. അപ്പോൾ അത് സിമ്പിൾ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ എന്തുവാ? V maximum is equal to A⍵. ω√A² - x² ആണ് ഇക്വേഷൻ. മീൻ പൊസിഷൻ x 0 ആകുമ്പോൾ മീൻ പൊസിഷനിലാണ് വെലോസിറ്റി മാക്സിമം, അത് A⍵. ഒമേഗ എന്തുവാ? ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. അപ്പോൾ ടൈം പീരീഡ് T ആണെങ്കിൽ ഒമേഗയ്ക്ക് പകരം 2π/T കൊടുക്കാം.
ഇത് ആദ്യത്തെ കേസിൽ വി എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ബി ഡാഷ് എന്ന് എടുത്താൽ ആംപ്ലിറ്റ്യൂഡ് എത്രയായി? ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഡബിൾ ആക്കി, എക്ക് പകരം 2a വരും. ടൈം പീരീഡ് എത്രയായി? അത് 1/3 ആയി. അപ്പൊ ടിക്ക് പകരം t/3 വരും. അപ്പൊ 3 മുകളിൽ വരുമ്പോൾ 3 × 6 × a × 2π/t. a × 2π/t ആദ്യത്തെ വെലോസിറ്റി v ആണല്ലോ. അപ്പോൾ 6v എന്ന് വരും. അപ്പൊ ആൻസർ 6v ആണ്. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്, 6v. അപ്പൊ അത് നിങ്ങൾ 6v ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. 6v c എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്തിരിക്കുന്നു, കൊള്ളാം. അപ്പൊ അടുത്ത 24ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഗ്രാഫ് ഈസ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് കറക്റ്റ്? സിമ്പിൾസ് ഹാവ് ദർ യൂഷ്വൽ മീനിങ്. അവിടെ പ്രഷർ പി, ടെമ്പറേച്ചർ ടി, വി വോളിയം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന നമുക്ക് കൈനറ്റിക് തിയറി ഗ്യാസസിലെ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ വരാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഇക്വേഷൻ നോക്കിയാൽ മതി. PV = nRT. അപ്പൊ നമുക്ക് P/T ആണ് y ആക്സിസിലോ. P/Tയുടെ ഇക്വേഷൻ എഴുതണം. P/T nR/V. n നമ്പർ ഓഫ് മോൾസ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ n × R കോൺസ്റ്റന്റ്. അപ്പോൾ P/T എന്തിന് പ്രപ്പോർഷണൽ? 1/V ആണ്. നമുക്കറിയാം P/T പ്രപ്പോർഷണൽ ടു 1/V ആണെങ്കിൽ V കൂടുമ്പോൾ P/T കുറയും. അപ്പം ഓപ്ഷൻ എയും സിയും ഡിയും നോക്കുക. V കൂടുമ്പോൾ P/T കൂടും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അത് തെറ്റാണ്. അപ്പോൾ P/T പ്രപ്പോർഷണൽ ടു 1/V ആണ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി മാത്രമേ കറക്റ്റ് ഉള്ളൂ. നമുക്കറിയാം 1/Vയുടെ ഗ്രാഫ് ഒരു ഹൈപ്പർബോളിക് വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി കൊള്ളാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്സിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. A particle simultaneously acted upon by two forces, 4 Newton and 3 Newton. The net force on the particle is. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിന്റെ. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയാവുന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് 2 ഫോഴ്സുകളുണ്ട്. 4 Newton and 3 Newton ആണ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഫസ്റ്റ് ഫോഴ്സ് A = 4 Newton എന്ന് എടുക്കാം. രണ്ടാമത്തെ ഫോഴ്സ് B = 3 Newton എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്? അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്തു. അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കേരള എൻട്രൻസിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. കാരണം നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം നമുക്ക് ഫിസിക്സിലൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റനിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത പോലത്തെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസർ ശരിയാണ്, വളരെ സന്തോഷം. ഡിജിൽ ആന്റണി, റിജൻ തോമസ്, അഭിഷേക തോമസ്, അച്ചൂസ്, സംഗീത, എല്ലാവരും ആൻസർ ഓപ്ഷൻ ഡി ആ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെക്ടർ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെന്നാണ് അർത്ഥം. നമുക്കറിയാം എയും ബിയും 2 വെക്ടേഴ്സ് ആണ്. അവരുടെ റിസൾട്ടന്റ് R = വെക്ടർ A + B. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √A² + B² + 2ab cos θ. തീറ്റ മാറുന്നതനുസരിച്ച് R മാറും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള θ 0 ആണെങ്കിൽ 2 വെക്ടറുകളും പാരലലാണ്. അപ്പോഴാണ് R-ന്റെ വാല്യൂ മാക്സിമം വരുന്നത്. അത് കാണാൻ എയും ബിയും കൂടെ വെറുതെ കൂട്ടിയാൽ മതി. അതാണ് മാക്സിമം. വെറുതെ കൂട്ടുമ്പോൾ 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7 Newton കിട്ടും. അപ്പൊ R-ന്റെ മിനിമം വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ എയുടെയും ബിയുടെയും കൂടെ ഡിഫറൻസ് എടുത്താൽ മതി. θ 180 വരുമ്പോൾ √A² + B² - 2ab. അത് A - B ആയിട്ട് മാറുമ്പോൾ 4 - 3 ആണ്. ദാറ്റ് ഈസ് 1 Newton. അപ്പോൾ ഇവിടെ റിസൾട്ടന്റിന്റെ വാല്യൂ ഏതൊക്കെ വരാം? മാക്സിമം 7 ആണ്, മിനിമം 1 Newton ആണ്. ഇത് പാരലലും ആന്റി പാരലൽ ആകുമ്പോഴാണ്. ബാക്കിയുള്ള സമയത്ത് ആംഗിൾ മാറ്റിയിട്ട് ഇതിന് ഇൻ ബിറ്റ്വീൻ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ R-ന്റെ വാല്യൂ <= 7 Newton, > 1 Newton എന്ന് വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ എടുക്കാൻ പറ്റുന്ന ഏതാ? ബിറ്റ്വീൻ 1 and 7 Newton. അപ്പൊ അതിന്റെ കൂടുതൽ 1ഉം 7ഉം കൂടെ പറ്റും കേട്ടോ. ബിറ്റ്വീൻ 1 and 7 Newton and 1 Newton-ഉം 7 Newton-ഉം പറ്റും. അപ്പൊ അതാണ് കംപ്ലീറ്റ് വാല്യൂസ്. നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ എടുക്കാൻ പറ്റുന്നത് ബിറ്റ്വീൻ 1 and 7 Newton. അതിന്റെ കൂട്ടത്തിൽ 1 Newton and 7 Newton-ഉം കൂടെ പറ്റൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്തു. നിങ്ങളുടെ ആൻസർ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് ഫൈനൽ എക്സാം അടുത്ത സ്ഥിതിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്കോർ ഫൈനൽ എക്സാമിന് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഫൈനൽ എക്സാമിന് നല്ല സ്കോർ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. Hi students, now let's go to the chemistry session of this part.
So the first question is the chelating ligand used to remove excess of copper and iron in chelate therapy is. So if we read the application of coordination compounds part, we will come to know that the answer to this question is D-penicillamine. So this is very direct from our textbook. And second question, the number of electrons with L value 1 and L2 for chromium in ground state respectively are. So this is from electronic configuration. We know ground state chromium configuration 1s2, 2s2, 2p6, 3s2, 3p6, then 4s1, 3d5. L equals 1 means p electrons and L equals 2 means d electrons. So p electrons we have 12 and d electron we have 5. So 12 comma 5 is the answer, that is option E, 12 and 5. Right, then which of the following monomers form a biodegradable polymer? So that is very clear. Option C, 3-hydroxy butanoic acid and 3-hydroxypentanoic acid, which gives we know PHBV, the biodegradable polymer, PHBV, right? So option C will be the answer. All others are not biodegradable polymers. Yes, then the hybridized state of bromine in bromine pentafluoride. So we know the Lewis structure, bromine pentafluoride. So this would be the arrangement, and there will be one lone pair also present on the bromine. So overall there are 6 electron regions around this bromine, so that we will say the hybridization state as sp3d2, octahedral geometry it is. sp3d2 is the hybridized state of bromine in this compound. Okay, next. The enthalpy of combustion of glucose is given minus 2840 kilojoules per mole. Then the amount of heat evolved when 0.9 gram glucose is burnt will be. We know 1 mole gives that much heat. That is 2840 kilojoule heat is released if we burn or combust 1 mole of glucose. So now let's see 0.9 gram, how much mole it is. 0.9 divided by 180. If you do that, 1 by 2 into 10 raised to minus 2, right? So that much moles of glucose we are given with, and if that is the case, the heat released will be 2840 into this much moles, right? So this will give 10 raised to minus 2, that means 28.4 and half gives 14.2 kilojoules. So if we take this much moles, 0.9 grams, then we will get this much heat released in this process. So the option 14.2, right? So there are 14.2 kilojoules is the correct answer. Okay, then next, for the reaction X gives Y, the concentration of X are given for 4 instances, and they are 0, 1, 2, 3 hours respectively. The order of the reaction is, so we can see in the duration of 1 hour, the concentration becomes half of the initial value, right? So this becomes half, that becomes half, this becomes half in 1 hour each. So we will come to know that half-life of this reaction is constant. It is 1 hour, it's constant. So if half-life is a constant, we can directly say that the order of reaction will be first order. Order will be 1. So half-life for first order reaction is independent of starting concentration of the reactant, that is X. So it will be a constant value, that is 1 hour for this reaction, and therefore we can say answer will be option C, 1. Okay, then the enzyme that converts glucose into ethanol and carbon dioxide is. So this is very clear from surface chemistry or from alcohols, we know ethers, that this is JIPMER enzyme.
JIPMER and invertase we know. So this conversion is done by JIPMER enzyme. Okay, so the answer to 7th question will be JIPMER. Oh, next from solutions, which is showing positive deviation from Raoult's law. Right. So if we go through the options, we will find one with a positive deviation and others with either a negative deviation or ideal, near ideal behavior, right? So here these two are showing near ideal behavior, and this is a negative deviation, this is also a negative deviation, and the positive deviation is carbon disulfide acetone combination, that is option A, right? So that is the only one showing positive deviation from Raoult's law. Okay, now a basic question from electrochemistry. Two metals are given, their standard reduction potential is also. So we need to find the standard EMF of the galvanic cell formed by them, right? So we want to know which is acting as an anode and cathode in this process. So very clearly, whoever has higher reduction potential, that will act as cathode of the reaction or the cell. So zinc will be anode, the one with lower reduction potential, and nickel will act as the cathode, the one with higher reduction potential. So E0 cell or E0 cell is given by E0 cathode minus E0 anode. That will be minus 0.25 minus of minus 0.76 volt. So that will give us 1 and 5.51 volt. 0.51 volt is the answer for this question. Sign will be definitely positive only, because this is a spontaneous cell for which E value should be positive. Okay, so option E is the correct answer for this question. Now, okay, from equilibrium and remembering as the constants, equilibrium constants properties, we are given with two component equations. We want to find equilibrium constant for this particular equation. So what we need to do for that? We need to reverse this equation and divide it by 2, right? This we need to convert to this format, AB giving A2 plus B2, right? Half A2 plus half B2. That means we are reversing the equation, then the new K value will be 1 by of this value, 1 by 2 into 10 raised to minus 4, and we are multiplying that by half also. If we multiply that by half, there will be half in the power also. Okay, so this is the equilibrium constant value for this particular equation. From that we can convert to this value, and now for second reaction we need to reverse and divide it by half, divided by 2 also. So that also becomes like this, ABC giving rise to AB plus half C2. Here also the equilibrium constant becomes 1 by of the given value, 2 into 10 raised to minus 2. Also, since we are multiplying that by half, the factor will be appearing in the power of this value. So this is the new equilibrium constants, and if we add these two equations, we will get the given overall equation, the same equation, half A2 plus half B2 plus half C2, right? So for the overall equation, we know from properties of equilibrium constant that this is the product of these two, K1 and K2, K1 times K2, right? So that becomes 1 by root 2 into 10 raised to minus 2 times 1 by root 2 into 10 raised to minus 1. That is 1 by 2 into 10 raised to minus 3, right? That is 0.5 into 10 cube or 500 is the magnitude of the equilibrium constant. So if that is the magnitude, we get the unit
from this itself, this overall equation itself. So the K must be concentration of A2 raised to half, concentration of B2 raised to half, and concentration of C2 raised to half divided by concentration of ABC. So this is molarity to the power 3 by 2 divided by molarity. So unit will be now m raised to half, right? That is mole per liter raised to half, or mole raised to half, liter raised to minus half. So that will be the unit of this Kc, or equilibrium constant, so that matches with option E given to us. So 500 mole raised to half and liter raised to minus half. So option E is the answer for our 10th question. Right. So that was another easy part which reminds us about properties of equilibrium constant. Now, isomers which can be interconverted through rotation about CC single bond rotation, they are conformations, so we can call it conformers. So those isomers are called as conformers. Okay. Now, which one of the following compounds can show cis-trans isomerism? Pent-1-ene, can it show? No, it cannot show. It cannot show geometric isomerism. But-2-ene, yes, it can show geometric isomerism. But-1-ene, no, it cannot show. And propene, never. Ethene, no. So who can then show such a geometrical isomerism? So whichever alkene has two different groups on each of the double bonded carbon, such alkenes can show geometrical isomerism, right? So if we see what A, C, D, E, in one of the carbons there are two hydrogen itself, no difference in the two groups. So if this was hydrogen, that was methyl, then it was okay. It can show geometrical isomerism, but that is not the case. So this is the only one compound in which two different groups are present on each double bonded carbon. So that can show cis-trans forms or isomerism. Okay, now next, ambident nucleophile is, we know cyanide, thiocyanate, nitrite, these are the ambident nucleophiles. So this has only one atom, this has only one donor atom. O can only donate, I can only donate, O can only donate, only H is present. So here we see two potentially donor atoms, that is either through C or through nitrogen we can donate lone pairs. So this is the ambident nucleophile among the given options. Okay, now from purification, glycerol from spenolide can be separated from, we know glycerol has very high boiling point, normal boiling point, so it may decompose near its normal boiling point. Therefore, we should not do normal distillations, and we can distill this compound after reducing the external pressure to bring down boiling point of the glycerol, right? So distillation under reduced pressure or vacuum distillation will be suitable for purifying glycerol from the remaining solution of soap manufacture. So option E is the answer for this question. Okay, now IUPAC name of the given alkene is, so that is also very easily doable, and this is the given structure is like this. 1, 2, 3, then right. So let's number it 1, 2, 3, 4. This is the parent chain numbering, and this is 3,3-dimethyl, 3,3-dimethyl, and but-1-ene. 3,3-dimethyl but-1-ene is the correct IUPAC name for this compound. So our answer will be option C, and these are few easy questions, but this type of very simple questions are usually asked in the KEAM exam also.
So go through the textbook, read the general knowledge part also present in the textbook, be clear with the basic things, then we will be very easily scoring full marks in the KEAM exam, especially in chemistry also. Okay, so all the best all, see you later. ഹായ് everybody, എല്ലാവരും കീമിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. ഇനി നമുക്ക് 8 ദിവസം കൊണ്ടുള്ള എക്സാമിനേഷന്. നിങ്ങൾക്കറിയാം കീമിന് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്കറിയാം 2 പേപ്പറുള്ള ഫിസിക്സിന് കെമിസ്ട്രിയും കൂടെ 72 + 48 120 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് തനിച്ച് 120 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സെക്കൻഡ് ഇയറിലെ മാർക്സ് ആഡ് ചെയ്തിട്ടാണ് ഈക്വൽ പ്ലസ് നിങ്ങളുടെ സ്കോറും കൂടെ, എൻട്രൻസിന് സ്കോറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ എന്നെ കേൾക്കുന്ന കുറേ അധികം പേരെങ്കിലും 90 above മാർക്സ് കിട്ടാനുള്ള ഒരു പിള്ളേരുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ റാങ്ക് ഉണ്ടാവും. കാരണം കീമിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ മതി. ഓക്കെ, ഒരു 40-50 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് രണ്ടിൽ നിന്നും ഈച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടും ഗവൺമെൻറ് കോളേജിൽ. ഓക്കെ, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് മാത്തമാറ്റിക്സിന് കീമിന് റിപ്പറ്റീഷൻ വരണേ. റിപ്പറ്റീഷനും എന്നാൽ എളുപ്പമെന്ന് ചെയ്യാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ ഒരിക്കലും ഈ 5 ക്വസ്റ്റ്യനും ടഫ് ആയിരിക്കോ 5 ക്വസ്റ്റ്യനും ഈസി ആയിരിക്കോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. വേണ്ട, നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യന് 2 എണ്ണം കിട്ടിയോ മതി, നിങ്ങൾക്കൊരു 50 എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്ലസ് അതിനകത്ത് 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, ഒന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും എന്നാൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും ഷോർട്ട് കട്ടിൽ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ്, ലെറ്റ് us start. The first question, sin theta plus cosec theta equal to, then what is the value of sin raised 6 theta plus cosec raised to 6 theta? So sin theta plus cosec theta 2 ആണ്. സൈൻ നിങ്ങൾക്കറിയാം, sin theta plus cosec theta and sin and cosec are reciprocals to each other. Reciprocals to each other. So sum of reciprocals is 2. So what? Sum of reciprocals 2 means അതിൻ്റെ 6th പവർ ആണ് ചോദിച്ചേക്കുന്നത്. സം ഓഫ് റെസിപ്രോക്കൽസ് 2 വരുന്ന ഒരേ ഒറ്റ സിറ്റുവേഷനല്ലേ ഉള്ളൂ, 1 and 1 ആഡിങ് യു ഗെറ്റ് 2. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ആഡ് ചെയ്യുമ്പോൾ 2 വരണമെങ്കിൽ അത് 1 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? സോ ഇറ്റ് ഇസ് വെരി ക്ലിയർ, സൈൻ തീറ്റ ഈക്വൽ ടു 1. So sin theta equal to 1. So this is 1 raised to 6, 1 itself. So cosec theta is also 1. Since reciprocal of 1 is 1 itself. So that is also 1. So what is the answer? It is 2. So 2 is the answer. Okay? Yes. Now to the next problem. If u, v and w be vectors such that u plus v plus w equals 0, if mod u equal to 3, mod v equal to 4, mod w equal to 5, then u dot v, v dot w, w dot u. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള കാരണം, നിങ്ങൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും വെക്ടറിൽ, വെക്ടറും 3D കൂടെ 14 ക്വസ്റ്റ്യൻ വരെ വരാം കേട്ടോ, വെക്ടറും 3D കൂടെ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചില മോഡും വരുന്നൊരു ക്വസ്റ്റ്യൻ. ഈ മോഡ് വരുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാര്യം. ഇവിടെ u plus v plus v equals 0 is given. Okay, so squaring u plus v plus w equals 0, squaring, so u square plus v square plus w square plus 2u dot v plus 2 v dot w plus 2 u dot w equal to 0. Okay, now it is given mod u equal to 3, so this is 9, so 9 plus mod v 4, 16, mod w 5, so 25. Now from here you can take 2 outside. ഇപ്പം എന്ത് വരും? u dot v plus v dot w plus u dot w equals 0. Question to find, ഇതല്ലേ ചോദിച്ചിരിക്കണേ. So 25 plus 25, 50. So when it goes to right side, minus 50.
minus 50 divided by 2, minus 25, and that is answer. Okay, so vector ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡ് വരുന്നത്. അത് എല്ലാ ക്വസ്റ്റ്യനും മോഡ് വരുന്നത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസറിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. Number 3. A unit vector parallel to the straight line, that's from 3D. Vector and 3D will have 14 questions for your KEAM. A unit vector parallel to. നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾസ്, കോണിക് സെക്ഷൻ, വെക്ടർ, 3D, ആപ്ലിക്കേഷൻ ഡിഫറൻഷിയേഷൻ, ടാൻജന്റ് നോർമലൊക്കെ. ഫ്രം ഓപ്ഷൻസ് വി ക്യാൻ ഗെറ്റ് ദ ആൻസർ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റുന്നു. ഇവിടെ എന്താ, ദാറ്റ് വെക്ടർ ഷുഡ് ബി പാരലൽ ടു ദിസ് അല്ലേ, ഇതിന് പാരലൽ ആയിരിക്കണം. വാട്ട്സ് DRS ഓഫ് ദിസ് ലൈൻ? 3 - 4 അല്ലേ. അപ്പം നമ്മുടെ ആൻസറിൻ്റെയും DRS അത് തന്നെ ആയിരിക്കണ്ടേ, കാരണം പാരലൽ ടു ദിസ് ലൈനാണ് പറഞ്ഞേക്കുന്നത്. സോ 3 - 4 ആയിരിക്കണം. നോക്കിയിട്ടുണ്ട് DRS 3 - 4 ഉള്ള ഒറ്റ ഓപ്ഷനെ നമുക്ക് തന്നിട്ടുള്ളൂ, അത് C മാത്രമാണ്. നോക്കുക, 3 - 1 - 4 DRS വന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, C ആണ്. യെസ്, വേറെ ഓപ്ഷനൊന്നും അത് വന്നിട്ടുമില്ല. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഇനി യൂണിറ്റ് വെക്ടർ ആണോ നോക്കിയേക്ക്, ജസ്റ്റ് നോക്കിയേക്ക്. റൂട്ട് ഓഫ് 9 + 1 + 16, സോ ഇറ്റ്സ് 20 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടു ബിക്കം എ യൂണിറ്റ് വെക്ടർ. തീർച്ചയായിട്ടും. സോ ദാറ്റ് ഇസ് സിമ്പിളായിട്ട് നോക്കാം. അപ്പം അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ x-ആക്സിസ് ആൻഡ് ദ പോയിന്റ് 3, 12, 15, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. x-ആക്സിസ് എന്നാണ്. So x coordinate ഒഴിവാക്കിയാൽ പിന്നെ suppose it is ABC. So what's distance from x-axis to this point? It is root of b² + c². x-axis ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ xy ആക്സിസ് ആകുമ്പോഴോ, xy പ്ലെയിൻ ആകുമ്പോൾ അപ്പം മൂന്നാമത്തെ z മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ x-ആക്സിസ് ആണ്. അപ്പോൾ x ഒഴിവാക്കിയാൽ പിന്നെ വരുന്ന y z ആണ്. ദാറ്റ് മീൻസ് ബിയും സി ആണ്. ആ രീതിയിൽ ഓർത്ത് വയ്ക്കുക. സോ റൂട്ട് ഓഫ് b² + c². സോ ആൻസർ റൂട്ട് ഓഫ് b² 144, c² 25, so answer 169, so answer 13, so B is the answer. Okay, yes. Now question number 5, limit. See, that's from calculus. See, from calculus there will be 34 questions for your KEAM. Calculus plus trigonometry 34 + 6, 40, ഒരു ഫ്രീ സീറ്റ് എന്ന് പറയാം. സോ കാൽക്കുലസ് ദർ വിൽ ബി 4 ക്വസ്റ്റ്യൻസ് ഫ്രം ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഉണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ്. ബട്ട് ഹൗ? സി ക്വസ്റ്റ്യൻ ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 x⁵ - 3⁵ ഡിവൈഡ് ബൈ x⁵ - 3⁵. സി എങ്ങനെ ഇത് ഈസി ആക്കുന്നേ? യു ജസ്റ്റ് അപ്ലൈ ഒരു റൂൾ ഉണ്ട്, എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയും. ആ റൂളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. ഫോർ ദിസ് ടൈം ജസ്റ്റ് യു ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി. വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. കോഷനുള്ളിൽ വേണ്ട, അത് വലിയൊരു പ്ലസ് ആണ് അല്ലേ. തീർച്ചയായിട്ടും. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3. വാട്ട് ഡെറിവേറ്റീവ് ഓഫ് x⁵ 5 x⁴. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, അത് 0 ആയി പോകില്ലേ. യെസ്, ഡിവൈഡ് ബൈ 8x⁷. Okay, now x⁴ can be cut, so it is 5/8x³. Now put the value x 3. So answer 5 divided by 8 into 27, so 160. 27 into 8. Okay, so 5/216, that's answer given. So just you differentiate numerator denominator separately, limit to the answer. Okay, yes. Question number 6. Again one question from the limit. Differentiate here. Derivative log 1 divided by x എല്ലാവർക്കും അറിയാം. 1 divided by 3x², but into 6x should be there. കാരണം 6x നോട് വേണ്ട, ലോഗിന്റെ ഡെറിവേറ്റീവ് അല്ലേ. ഓക്കെ, പക്ഷെ റൈറ്റ് സൈഡിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണം, ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ x ഇൻറ്റു e⁵x ൻ്റെ e⁵x ഇൻറ്റു 5 പ്ലസ് e⁵x - 1 ഇൻറ്റു 1 വരും അല്ലേ. ഓക്കെ, യെസ്. എക്സ്റ്റെൻഡിങ് 0 ആണ്. നോക്കിയത് ഈ രീതിയിൽ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ടേക്ക് ഇത് കട്ട് ചെയ്യേണ്ടി വരും.
അപ്പം എൽ ഹോസ്പിറ്റൽസ് റൂള് ചില സമയങ്ങളിൽ നമുക്ക് ആക്ച്വലി റിസൾട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല അത് തന്നെയായിരിക്കും. എൽ ഹോസ്പിറ്റൽ നമുക്ക് സ്റ്റെപ്പിലോട്ട് കൊണ്ടെത്തിക്കും. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ കണ്ടത്. നമുക്ക് ഇനിയിപ്പം വീണ്ടും ഇത് മുന്നോട്ട് ചെയ്യേണ്ടി വരും. കാരണം റൂൾ ഇങ്ങനെയാണ്. ആ റൂളിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് അനദർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നോക്കുക. ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു 0 1 മൈനസ് കോസ് എ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് ബി തീറ്റ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ എന്താ വരുന്നത്? 0 കൊടുക്കുകയാണ്. 1 മൈനസ് കോസ് 0 ഇസ് 1 1 minus 1 0 cos 0 1 1 minus 1 0 0 by 0 വരും. ഓക്കെ, യെസ്. നമ്മളിത് എൽ ഹോസ്പിറ്റൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് 1 0 ഡെറിവേറ്റീവ് ഓഫ് കോസ് മൈനസ് സൈൻ, സോ മൈനസ് സൈൻ മൈനസ് മൈനസ് പ്ലസ് സൈൻ എ തീറ്റ വരും ഇൻറ്റു എ തീറ്റയുടെ എ വരും. ചെയിൻ റൂൾ. ഓക്കെ, സിമിലർലി കോസ് ബി തീറ്റ ഇൻറ്റു സൈൻ ബി തീറ്റ ഇൻറ്റു ബി. Yes, but again this becomes 0. നോക്കിയേ, sin 0 0 sin 0 0. അപ്പോൾ എന്നെ ചെയ്യും? വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു 0 സൈൻ എ തീറ്റ ബിക്കംസ് കോസ് എ തീറ്റ, ഒരു എയും കൂടെ വരുമല്ലോ, എ സ്ക്വയർ ആവും. ആൻഡ് സൈൻ ബി തീറ്റ ബിക്കംസ് കോസ് ബി തീറ്റ ഇൻറ്റു ഒരു ബി കൂടെ വരും, ബി സ്ക്വയർ ആവും. ദെൻ കോസ് 0 1 കോസ് 0 1 സൈൻസ് ബിക്കംസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അത് പറഞ്ഞേ. അപ്പം ഇനി വേറെ ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പെട്ടെന്ന് പറയാം, കാരണം ഇത് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് അത്രയും ഞാൻ സമയം എടുക്കുന്നത്. സോ ലിമിറ്റ് തീറ്റ ടെൻ, സപ്പോസ് നമുക്കൊരു എക്സ് ക്യൂബ് ഉണ്ടായിരുന്നു വയ്ക്കാം, താഴെ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സ് ക്യൂബ് ഈ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ വെൻ തീറ്റ ടെൻ 0 വരുമല്ലോ. ഒന്നുകൂടെ ചെയ്യുമ്പോൾ 3x സ്ക്വയർ ആവും, വീണ്ടും 0 വരും. ഒന്നുകൂടെ ചെയ്യുമ്പോൾ 6x ആവും, വീണ്ടും 0 വരും. അപ്പം 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് നമുക്ക് 0 അല്ലാതാകുന്നുള്ളൂ. ആ സമയത്തൊക്കെ താഴെയും ചെയ്യേണ്ടി വരുവാണ്. താഴെ പ്രൊഡക്റ്റ് ആണെങ്കിലോ ഭയങ്കര ലെങ്തി ആയിപ്പം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ റൂൾ ഉപയോഗിക്കും. കാരണം ഇത് റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ്. എന്താണ് റിസൾട്ട് നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് 1 പ്ലസ് 3x സ്ക്വയർ. ലോഗ് അല്ലേ, അപ്പൊ ആ 3x സ്ക്വയർ തന്നെ താഴെ കൊടുക്കുക. കാരണം ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് 1 ആണ്. ബാലൻസ് ചെയ്യണ്ടേ, ഇൻറ്റു 3x സ്ക്വയർ. ഓക്കെ, ഡിവൈഡ് ബൈ നൗ എക്സ് ആണ്, അതോടെ നിൽക്കട്ടെ. ഇ റൈസ് ടു 5x മൈനസ് 1 ഡിവൈഡ് ബൈ 5x ഉണ്ടെങ്കിൽ അത് 1 ആകത്തുള്ളൂ. ഇതേപോലെ തന്നെ അതേ റൂളും സെയിം റൂളാണ്. ഇൻറ്റു അവിടെ 5x ബാലൻസ് ചെയ്തു. നമുക്ക് ചുമ്മാ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, സോ ബാലൻസ് ചെയ്യണം. നോ വാട്ട് ഇസ് ഹാപ്പനിങ്, ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഈ എക്സും ഈ എക്സും ഈ എക്സ് സ്ക്വയറും കട്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് ദിസ് ബിക്കംസ് 1, ഇത് കംപ്ലീറ്റ് 1 ആയിക്കോളും. സോ 1 into 3, ദിസ് ഓൾസോ 1, സോ 1 into 5. സോ വാട്ട് ഇസ് ആൻസർ? സിംപ്ലി 3/5. അപ്പം ഇതിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അത് എൽ ഹോസ്പിറ്റൽസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കഴിയാവുന്ന ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. ഓക്കെ, അപ്പോൾ റിസൾട്ടിലേക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നല്ലത്. ദാറ്റ്സ് അപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലം ഞാൻ പറഞ്ഞു. റിസൾട്ട് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എൽ ഹോസ്പിറ്റൽസ് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം കണ്ടിന്യൂറ്റി. ഈ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കുന്ന NCERT ടെക്സ്റ്റ് എന്ന ക്വസ്റ്റൻ തന്നെയായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ കണ്ടിന്യൂറ്റി ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ഇവിടെ കൊണ്ടുവന്നേക്കണേ. ഞാൻ പറഞ്ഞില്ല, അത്തരം ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻസ് 40 ഉണ്ടാകും തീർച്ചയായിട്ടും. ഓക്കെ, സോ എക്സ് ലെസ് ദാൻ 2 ആൻഡ് എക്സ് ഗ്രേറ്റർ. നിങ്ങൾ 2ൽ എക്സിന് 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുട്ട് എക്സ് 2 ഫോർ ബോത്ത്. സോ 2a + 3 അത് ഈക്വൽ ടു ആയിരിക്കണം 2a സ്ക്വയർ മൈനസ് 1. കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ അതാണ്. ഓക്കെ, സോ 2a + 3 ഈക്വൽ ടു ഇവിടെയും 2 ഇട്ട് കൊടുക്കുന്നു, 2a സ്ക്വയർ മൈനസ് 1. സോൾവ് ചെയ്യുക. 2a സ്ക്വയർ മൈനസ് 2a മൈനസ് 4 = 0. ഓക്കെ അല്ലേ, 2a സ്ക്വയർ മൈനസ് 2a മൈനസ് 4. സോ 2 കട്ട് ചെയ്യുക അല്ലേ. സോ a സ്ക്വയർ മൈനസ് a minus 2 = 0. Now product -2 and sub -1, -2 and 1. So a minus 2 into a plus 1 = 0. The a equal to 2, a equal to -1. So 2 and -1 are the answers. So that is option C. Okay, but continuity ഓർക്കുക, ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. യെസ്,
സ്ലോപ്പ് ഓഫ് ദ നോർമൽ ആണ് ചോദിച്ചേക്കുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് നോർമൽ, സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് dy/dx ആണ്, സ്ലോപ്പ് ഓഫ് നോർമൽ -1/dy/dx ആണ്. സോ വാട്ട് ഇസ് dy/dx ഓഫ് ദിസ് ക്വസ്റ്റ്യൻ? dy/dx ഈക്വൽ ടു ഡെറിവേറ്റീവ് x സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 2x ആണ്. And what is 1/x square means x raised to -2. And what is its derivative? -2x raised to -3. -2x raised to -3. Yes. Derivative കഴിഞ്ഞു. പോയിന്റ് കൊടുക്കുക. അറ്റ് മൈനസും 0. x അല്ലേ ഇവിടെ കൊടുക്കാനുള്ളൂ. x ന് 2 മൈനസും കൊടുക്കുന്നു. സോ -2 പ്ലസ് 2 ഡിവൈഡ് ബൈ -1 ദാറ്റ് ഇസ് ഈക്വൽ ടു -4. ദാറ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. നോർമൽ ആണ് ക്വസ്റ്റ്യൻ. സോ -1/4 that is answer. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നോർമൽ ഓർക്കുക. സ്ലോപ്പ് മീൻസ് ജസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവിന് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത്. സോ യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ്, പുട്ട് ദ വാല്യൂ. നോർമൽ ആണെങ്കിൽ -1/dy/dx. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ. ഈ ഇന്റഗ്രേഷൻ ഞാൻ പറഞ്ഞ കാൽക്കുലസ് 34 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റഗ്രേഷൻ ഏതാണ്ട് 12 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റഗ്രേഷൻ വിത്ത് ഏരിയ. ഏരിയ കുറച്ച് ഇന്റഗ്രേഷൻ കൂടുതലായിരിക്കും. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷനിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റുന്നുണ്ടാവും. ഫോർ KEAM ഓപ്ഷനിൽ നിന്ന് പോകാൻ പറ്റും സിമ്പിളായിട്ട്. അതാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഫംഗ്ഷൻ എടുക്കുക. 1/sin² ആണ് അല്ലേ. 1/sin² മീൻസ് cos സ്ക്വയർ ആണല്ലോ. വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് cos സ്ക്വയർ? ഇനി ഇന്ത്യയിൽ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചോർക്ക്. ഡെറിവേറ്റീവ് വിച്ച് ഫംഗ്ഷൻ cos സ്ക്വയർ എന്ന് ഓർത്ത്. ഏത് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് cos സ്ക്വയർ? കോട്ടിന്റെ ഡെറിവേറ്റീവ് -cos സ്ക്വയർ അല്ലേ. അപ്പൊ cos സ്ക്വയർ ഇന്ത്യയിൽ -cot അല്ലേ. -cot ആയിരിക്കുമല്ലോ ആൻസർ. ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് 1/sin². ഓക്കെ, ആ ഫംഗ്ഷൻ വെച്ച് മാത്രം പറയാന്നേ. അങ്ങനെ ഉണ്ടാവും കുറെ ക്വസ്റ്റ്യൻസ്. 1/sin² cos സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പൊ cos സ്ക്വയർ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നു, അത് -cotന്റെ ആണ്. -cot ആയിരിക്കും തീർച്ചയായിട്ടും ആൻസർ. -cot വരുന്ന നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്, എയും ഉണ്ട് ഇയും ഉണ്ട്. ബാക്കി എല്ലാ ഓപ്ഷനും വിട്ടു നമ്മൾ. എയും ഇയും ആൻസർ വരാം. പക്ഷേ ഇവിടെ സൈൻ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടോ? x(e)x. അപ്പോൾ ഉറപ്പായിട്ട് x(e)x ഉണ്ടാവുമല്ലോ. സോ ഇ ഈസ് ദ ആൻസർ. പിടികിട്ടിയല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ, -cot ഡെറിവേറ്റീവ് cos സ്ക്വയർ e(x) അല്ലേ വരുള്ളൂ. ഇത് വരില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ഓപ്ഷൻ ഇ ആണ്. യെസ്. നൗ ടു നെക്സ്റ്റ്. ഓക്കെ, ഈ x(e) ഡിവൈഡ് ബൈ 1+x ഹോൾ സ്ക്വയർ ആണ്. 1+x ഹോൾ സ്ക്വയർ ആണ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ വന്നത്. തീർച്ചയായിട്ടും 1/1+x വന്നിട്ടുണ്ടാകണം. അത് തീർച്ചയായിട്ടും എല്ലാത്തിലും തന്നിട്ടുണ്ട് അവർ. പിന്നെ എന്താ ഡിഫറൻസ്? 2 ടൈപ്പ് ആൻസറിൽ ഇവിടെ ഉള്ളത്. നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കേ. -e ഡിവൈഡ് ബൈ ഉണ്ട്, e ഡിവൈഡ് ബൈ ഉണ്ട്. അതൊരു ടൈപ്പാണ്, ഒരു ഓപ്ഷൻ 2. പിന്നെ x(e) ബൈ ഉണ്ട്, -x(e) ഡിവൈഡ് ബൈ ഉണ്ട്. ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. ഇതിന്റെ ഡെറിവേറ്റീവ് മനസ്സിൽ പോലും പറയാവുന്നല്ലേ ഉള്ളൂ. ഇതിന്റെ ഡെറിവേറ്റീവ് x+1 × e(x) -e(1) എന്ന് വരും അല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷൻ വിട്ടേക്ക് ഇതില്. അപ്പം x+1 × ഡെറിവേറ്റീവ് ആണ് e(x) -e(x) × 1 ഡിവൈഡ് ബൈ x+1 ഹോൾ സ്ക്വയർ. എന്ത് വരും? e(x) കട്ടാവും. സോ ആൻസർ x(e) ഡിവൈഡ് ബൈ 1+x ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ആൻസർ. ഇതല്ലേ ഓപ്ഷൻ. ഓക്കെ, അത് നമുക്ക് ഡൗട്ട് ഉള്ളത് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതല്ല ആൻസർ വരണമെങ്കിൽ നമുക്കിവിടെ ആ ചേഞ്ച് മനസ്സിലാവും. ഒരുപക്ഷെ മൈനസിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ മൈനസ് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കാം ആൻസർ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ 10th ബി ആണ്. യെസ്. നൗ ഇന്റഗ്രേഷൻ വീണ്ടും e(x) sin x + 2 cos x × sin x ആണ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കിയാൽ e(cos x) ഉണ്ട്, e(sin x) ഉണ്ട്, e(sin²) ഉണ്ട്, e(x sin 2x) ഉണ്ട്. അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചേ. വാട്ട് ഡെറിവേറ്റീവ് ഓഫ് e(cos x) നിങ്ങൾക്ക് പറയാമല്ലോ. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് e(cos x)? e(x) × -sin x
പ്ലസ് കോസസ് ഉണ്ട്. അതിനകത്തൊരു 2 കോസസ് സൈനസ് ഒന്നും വരണേ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എയും ബിയും ആൻസർ വരില്ല. ഇനി സിയിലേക്ക് പോയാൽ ഇ റേസ് എക്സിന്റെ ഒന്ന് ഡിഫറൻഷിയേറ്റ് എന്ന് പറയാവോ? ഒന്ന് നോക്കി, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു നോക്കി. ഇ റേസ് എക്സ് ഇൻറ്റു 2 സൈനസ് കോസസ്, ഡെറിവേറ്റീവ് സൈൻ സ്ക്വയർ എക്സ് ഓക്കെ ആണല്ലോ. പ്ലസ് തിരിച്ച് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് എക്സ്. കറക്റ്റിൽ നോക്കി, നിങ്ങൾ ഇ റേസ് ഔട്ട് എടുത്ത് നോക്ക്. ഇ റേസ് സൈൻ എക്സ് ഔട്ട് എടുത്ത്, സോ 2 cos x plus sin x. 2 cos plus sin x. So that is answer. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ. നമുക്ക് ഡൗട്ട് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഇതെന്തായാലും ഈ ആൻസറിലേക്ക് എത്തില്ലല്ലോ. കാരണം ഒരു 2 പോലും ആ 2 നമ്പർ തൊട്ടാൽ പോലും നമുക്ക് മനസ്സിലാവും കിട്ടില്ല എന്ന്. കാരണം ഇതിനകത്ത് ഡിഫറൻഷ്യൽ എവിടെ നിന്ന് ഒരു 2 വരാനാ? ഓക്കെ, ഇവിടെ സൈൻ സ്ക്വയർ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് 2 sin x ആണ്. അപ്പൊ 2 എന്തായാലും വരും. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഡിഫറൻഷ്യേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഡിഫറൻഷ്യേഷൻ നിങ്ങൾക്ക് എളുപ്പമാണ്. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഇൻ്ററേഷനേക്കാൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യേഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ് നമുക്ക് ഡൗട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അത് ചുമ്മാ എല്ലാം കൂടി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകും. നമ്മൾ കുറേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക നമുക്ക് മനസ്സിലാവും. ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ സി ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. ദെൻ 12 റൂട്ട് 1 പ്ലസ് കോസ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ്. സോ വാട്ട് ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ്? അല്ലെങ്കിൽ 1 പ്ലസ് കോസ് നിങ്ങൾക്ക് അറിയാം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. സോ ഇറ്റ് ഇസ് റൂട്ട് 2 കോസ് എക്സ് ബൈ 2 ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ റൂട്ട് 2 ഇൻറ്റു വാട്ട് ഇസ് ഇന്റർവൽ ഓഫ് കോസ് എക്സ് ബൈ 2? ഇന്റർവൽ ഓഫ് കോസ് ഇസ് സൈൻ എക്സ് ബൈ 2. ഇന്റഗ്രേഷൻ ആണ്, അപ്പൊ ഡിവൈഡ് ബൈ 1/2 കൂടെ വരും. സോ 2 റൂട്ട് 2 സൈൻ എക്സ് ബൈ 2. 2 റൂട്ട് 2 സൈൻ എക്സ് ബൈ 2. സോ ഈ ഈസ് ദ ഓപ്ഷൻ. പക്ഷേ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ചോദിക്കുന്നത് കീമിന്റെ പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ വീണ്ടും ഓർക്കുക നിങ്ങൾ. ദാറ്റ് മീൻസ് ഒരു ചാപ്റ്ററിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 എളുപ്പമോ 10 ടഫായിട്ട് വരില്ല. നിങ്ങൾക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻസർ 2 റൂട്ട് 2 സൈൻ എക്സ് ബൈ 2. ദാറ്റ് ഇസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അല്ലെ, ഓർക്കുക 1 പ്ലസ് കോസ് എക്സ് ഇസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആൻഡ് ഇറ്റ് ഇസ് 1 മൈനസ് കോസ് എക്സ് ഇറ്റ് വിൽ ബി 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, 13 ഓർഡർ ആൻഡ് ഡിഗ്രി. നമ്മുടെ കാൽക്കുലസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ 4-5 ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അതിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ഡിഗ്രി ഓർഡർ ആയിരിക്കും. ഡിഗ്രി ഓർഡർ വളരെ സിമ്പിൾ അല്ലേ? അതെന്തിനാ കളയുന്നേ? എല്ലാ ക്വസ്റ്റ്യൻ 4 മാർക്കല്ലേ? നമുക്കൊരു മാർക്ക് കിട്ടി എത്ര റാങ്ക് ഒന്ന് മേലോട്ട് പോകുന്നേ. സോ തീർച്ചയായിട്ടും സോ ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുള്ളത്, ഓർഡർ നമുക്ക് കണ്ടപ്പോഴും മനസ്സിലായി 2 ആണെന്ന്. ഓർഡർ മീൻസ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഓർഡർ 2 പക്കയാണ്. ഓർഡർ 2 വരുന്നത് അവിടെ ഓർഡർ ആണ് കിടക്കുന്നത് ആദ്യം അല്ലേ? അത് 2 എണ്ണത്തിലാണ്. അപ്പൊ ഡിഒ ഇഒ എന്ന കാര്യം പക്ക ഉറപ്പായി. ശരിയല്ലേ? എഗ്രി? കാരണം ഓർഡർ ഡിഗ്രിയാണ് ചോദിച്ചത്. അപ്പോൾ ഓർഡറാണ് ആദ്യം പറയേണ്ടത്. ഓർഡർ 2 നോക്കി ഇരുന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ അത് ഡിഒ ഇഒ ആയിരിക്കും ആൻസർ. ഓക്കെ, പക്ഷെ ഡിഗ്രി കിട്ടുന്നില്ല. ഡിഗ്രി 3/2 എന്ന് പറയാം. നമുക്കറിയാം ഡിഗ്രി പറയണമെങ്കിൽ അത് പോളിനോമിയൽ ഫോം ആണ്. എന്ന് വെച്ചാൽ പവറിലൊന്നും ഫ്രാക്ഷൻസ് നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് റൈസ് ടു 3/2. ഓക്കെ, നൗ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. ഈ 2 പോകാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ ഇവിടെ സ്ക്വയർ വരും. അപ്പോൾ ഉറപ്പായില്ല റാങ്ക് ഡിഗ്രി 2 ആണെന്ന്. ഞാൻ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ 3/2 വന്നല്ലോ. ഈ ഡിവൈഡ് ബൈ 2 പറ്റത്തില്ല, ഫ്രാക്ഷൻ പറ്റില്ല. അപ്പൊ ഡിവൈഡ് ബൈ 2 വന്നുകൊണ്ട് ഞാൻ സ്ക്വയർ ചെയ്യുന്നു. ആ 2 ഒഴിവാക്കാൻ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ വരും. എങ്ങനെ? ഒരു സ്റ്റെപ്പ് എഴുതിയേക്കാം. ഓക്കെ, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഹോട്ട് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ക്യൂബ്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇവിടെ ക്യൂബ് വന്നിട്ടുണ്ടല്ലോ. ഇല്ല, ഡിഗ്രി നമ്മൾ മാക്സിമം പവർ നോക്കിയിട്ടല്ല പറയണ്ടേ. ഡിഗ്രി ഇസ് ദ പവർ ഓഫ് ദ മാക്സിമം ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവറേ പറയാവുള്ളൂ ഡിഗ്രി ആയിട്ട്. സോ 2 ആണ്. കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇതാണ്, അതിന്റെ ഡിഗ്രി 2 ആണ്, പവർ 2 ആണ്. ചുരുക്കം പറഞ്ഞാൽ ഓർഡറും ഡിഗ്രിയും രണ്ടും തീരുമാനിക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഹയസ്റ്റ് ഓർഡർ ആണ് ഓർഡർ, അതിന്റെ പവർ ആണ് ഡിഗ്രി. ഇപ്പൊ കത്തിയല്ലോ. സോ വാട്ട് ഇസ് ആൻസർ? 2,2 ആണ്. ഓക്കെ, യെസ്. ഓർഡറും ഡിഗ്രിയും
ഇനി സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദ ബൈനോമിയൽ എക്സ്പ്രഷൻ, ബൈനോമിയൽ തിയറം നമുക്ക് 3 ക്വസ്റ്റ്യൻ വരണേ. പെർമുറ്റേഷൻ കോമ്പിനേഷൻ 3 ബൈനോമിയൽ തിയറം 3. ഓക്കെ, അപ്പം അതിൽ ബൈനോമിയൽ തിയറം നമുക്ക് ഒരു ആ ടേം റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇന്ന ടേം, 5th ടേം, 6th ടേം എന്നൊക്കെ പറഞ്ഞ് ഫോർമുല ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ തന്നെ സം ഓഫ് കോഎഫിഷ്യൻസ് ആണ്. ഹൗ മെനി ടേംസ് വിൽ ബി ദെയർ? ഇതിന് 7 ടേം അല്ലേ? ആ 7 ടേമിന്റെ കോഎഫിഷ്യൻ സം കാണാനാണ്. അപ്പം എനിക്ക് എന്തിനാ ഈ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് വന്നതെന്ന് സിംപ്ലി നമുക്ക് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. എക്സ്പാൻഡ് വെച്ചേക്കുക, 7 ടേം ഉണ്ട്. ഓക്കെ, 7 ടേം ഉണ്ട്. ആ 7 ടേമിന്റെയും കൂടെ എക്സ് കിടപ്പുണ്ട്. കോഎഫിഷ്യൻ സമ്മ വേണ്ടേ? അപ്പൊ എക്സിന്റെ കൂടെ ഉള്ളതിന്റെ സമ്മല്ല വേണ്ടേ? എക്സിന് 1 എഴുതിയാൽ പിന്നെ ആ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഇമാജിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതായത് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 7 ടേം കിട്ടും. ആ 7 ടേമിന്റെ കൂടെ എക്സ് ഒക്കെ ഉണ്ടായിരിക്കാം, ഉണ്ടാവുമല്ലോ. ആ എക്സ് എല്ലാം 1 ആക്കിയാൽ പിന്നെ കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. അതായത് ടു ഗെറ്റ് സം ഓഫ് കോഎഫിഷ്യൻസ് യു ജസ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു 1. ഇവിടെ എക്സിന് 1 കൊടുത്താൽ ആൻസർ ആയി, അത്രേ ഉള്ളൂ. സോ വാട്ട്സ് ആൻസർ? 1 + 2 raised to 6. That means 3 raised to 6. What is answer? 3 raised to 6, 81. 3 raised to 4 into 9. 729 is the answer. അപ്പം കിട്ടിയൊരു കാര്യം എന്തായിരുന്നു? ടു ഗെറ്റ് ദ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ബൈനോമിയൽ എക്സ്പ്രഷൻ. ബൈനോമിയൽ മാത്രമല്ല, ഏത് എക്സ്പ്രഷൻ ചോദിച്ചാലും എക്സിന് 1 കൊടുക്കും. വേരിയബിൾസിനൊക്കെ, എക്സ് മാത്രമല്ല വേരിയബിൾസിനൊക്കെ 1 ഇട്ട് കൊടുത്തോളൂ. യു വിൽ ഗെറ്റ് ദ സം ഓഫ് കോഎഫിഷ്യൻസ്. എക്സും വൈ ഉണ്ടെങ്കിൽ വൈക്കും കൊടുക്കാം. ഓക്കെ, സോ ദിസ് ആൻസർ. യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 15, that is from geometry. The points പാരലോഗ്രാം ആണ്. -1 0, -2 1. ജോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, സർക്കിൾസ് 3 കൂടെ നിങ്ങൾക്ക് ഒരു 14 ക്വസ്റ്റ്യൻ വരെ വരാം ഫ്രം ഫസ്റ്റ് ഇയർ ജോമെട്രി. -2 1 are 2 extremities of a diagonal of parallelogram. If -6 5 is the third vertex, then what is the fourth vertex? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. 4th വെർട്ടെക്സ് പാരലോഗ്രാം ആയിരിക്കാം, റെക്ടാങ്കിൾ ആയിരിക്കാം, സ്ക്വയർ ആയിരിക്കാം, ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈസി വേയിൽ ചെയ്യാൻ പറ്റും. ഈ 3 ഡയമെൻഷൻ ചോദിക്കാം കേട്ടോ, 3 ഡയമെൻഷനും ചോദിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആണല്ലോ ഈ ഡയഗണലിൽ. അപ്പോൾ ചെയ്യേണ്ടത് സി -1 + -2, -1 + -2 നിന്നും ഇത് കുറയ്ക്കണം. ഇത് ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ ആയിക്കോളും. ഓക്കെ, സോ -1 + -2 -3, -3 -6 3 അല്ലേ? സോ 3 is answer. Similarly y coordinate, 0 + 1 1, 1 - 5 -4, so -4 is the answer. കണ്ടോ, സിമ്പിൾ അല്ലേ? 3 - 4. അപ്പോൾ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ആഡ് ദിസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് സബ്ട്രാക്ട്, ആഡ് y coordinate, subtract. 3 dimension ആണെങ്കിൽ add z coordinate, subtract the z coordinate. Okay, yes, that is the way of to get the fourth vertex. Simple ആയിട്ട് ചെയ്യാവുന്ന question. Now, slope of the straight line. What is slope of the straight line? -a/b. That's also from geometry. Slope of a line, if the equation is given -a/b, so -a 1/10 ആണ്, by b -1/4 ആണ്. So answer 4/10, 2/5. So 2/5 is the answer. Okay, yes. Now 17. Point of intersection of the straight line. 2 ലൈൻ തന്നിട്ടുണ്ട്. അതിന്റെ പോയിന്റ് ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയണേ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പം 2 ലൈൻ തന്നിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് കിട്ടേണ്ട അത് മറ്റേ നമ്മുടെ 2 ഡയമെൻഷൻ ചോദിക്കാം. ഈ ഓപ്ഷൻ ഏതാണെങ്കിലും ആ ഓപ്ഷൻ ഈ 2 ലൈനും അക്സെപ്റ്റ് ചെയ്യണ്ടേ? കാരണം ക്വസ്റ്റ്യൻ എന്താ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ദാറ്റ് മീൻസ് വാട്ട് എവർ ബി ദ ആൻസർ ദാറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ബോത്ത്. അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുക്കണം. ഇപ്പം അടുത്ത ഓപ്ഷൻ -3 -4 -5 കൊടുത്തു നോക്കിയേ, ഇതിൽ കൊടുത്തു നോക്കിയാൽ -3 -4 -5. ഇപ്പൊ 3 + 3 -6 വരും. -4 + 0 0 ആയിപ്പം. എന്തായാലും അല്ലല്ലോ, തെറ്റാ. -6 0 ഈക്വലാകത്തില്ലല്ലോ. അടുത്ത് കൊടുത്തു ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും. -3
minus minus 3, 6. 6 by minus 1, minus 6. 4. 4 plus 4, 8. 8 by 2, 4 ആണ്. No, it is wrong. Minus 6 equal to 4 വരില്ലല്ലോ. അടുത്ത് നോക്കാം. Minus 3 വീണ്ടും. 3 minus minus 3, 6 by minus 1, minus 6. 4 plus വീണ്ടും അത് തന്നെ 8. വേണ്ട, വിട്ടേക്കാം. രണ്ട് സെയിം ആയിരുന്നല്ലോ. ലാസ്റ്റ് ഓപ്ഷൻ. minus 3 minus minus 3, 6 by minus 1, minus 6. minus 4 plus 4. ലാസ്റ്റിൽ ഒരെണ്ണോടെ ഉണ്ടല്ലോ. minus 4 plus 4. അതും വീണ്ടും 0 വരണോ? No, not possible. അടുത്തിലേക്ക് പോവാം. 3 minus 3. ലാസ്റ്റ് കൊടുക്കുവാണേ. 3 minus 3, 0 by minus 1, 0. minus 4 plus 0 by 2, 0. 5 minus 5, 0. യെസ്, ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക്. അപ്പം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് ജോമെട്രിയിൽ. നമുക്ക് ഓപ്ഷൻ അവർ പറഞ്ഞ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സോ ആൻഡ് സോ, പാസിംഗ് ത്രൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ പാസിംഗ് ത്രൂ തന്നേക്കുന്ന പോയിന്റ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തു നോക്കുമ്പോൾ ആൻസർ അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ എന്താ, ഈ രണ്ടിൻ്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്താണ്? തീർച്ചയായിട്ടും ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് രണ്ടിലും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സപ്പോസ് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തിൽ കൊടുക്കണം. രണ്ടിലും അക്സെപ്റ്റ്, രണ്ട് ഓപ്ഷൻ എന്തായാലും അവർ തരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിമ്പിളായിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ വന്നു എന്നുള്ള ഒരു ഇച്ചിരി സമയം പോയി. ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, സോ ടു നെക്സ്റ്റ് പ്രോബ്ലം. വെക്ടർ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് ഒരു ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ ഇക്വേഷൻ ചോദിച്ചേക്കുന്നത്. സോ വെക്ടർ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ്. എ ഫോർ പോയിന്റ് ആണ്. ഇവിടെ പോയിന്റ് മേളിൽ വരുന്നതാണ് പോയിന്റ് എന്ന് പറയുന്നത്. സോ പോയിന്റ് 2, 0. ദിസ് ഈസ് ആക്ച്വലി നമുക്കൊരു ചെറിയൊരു ചേഞ്ച് ഇവിടെ ഇതിന് ചെയ്യാനുണ്ട്. കാരണം നമുക്ക് തിരിഞ്ഞു വരുന്നുണ്ട്. Z minus 1 by minus 2 എന്നാക്കണം. കാരണം 1 minus Z അല്ല വരണ്ടേ അക്കോർഡിംഗ് ടു ഫോർമുല. Z minus 1 അതുകൊണ്ട് താഴെ ചേഞ്ച് ചെയ്ത് -2. അപ്പം പോയിന്റ് 1 ആണ്. അപ്പോൾ 2i0j പ്ലസ് k പ്ലസ് ലാംഡ ഇൻറ്റു ബി ഫോർ താഴെയുള്ളത്. താഴെ 1 minus 3 minus 2 ആണ്. 1 minus 3 minus 2 and this is answer. 2i plus k plus i minus 3j plus 2k. സോ ആറല്ലേ ആൻസർ? ഒന്നുകൂടെ, അതായത് പോയിന്റ് മേളിൽ നിന്ന് കിട്ടുമല്ലോ. എക്സ് മൈനസ് 2 എടുത്തു, വൈ മൈനസ് 0 0. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആ ആൻസറിലേക്ക് വരണം. 1 minus z by 2 അവർ പറയുന്ന ചേഞ്ച് ആക്കാതെ തന്നെ. സോ z minus 1 by -2. ആക്ച്വലി അപ്പോൾ പോയിന്റ് 1 ആണ്. അപ്പം 201 ആണ് പോയിന്റ്. 201 ഉള്ളത് ആക്ച്വലി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ദെൻ പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡയുടെ കൂടെ വരുന്നത് തീർച്ചയായിട്ടും താഴെയുള്ള അത് DRS എന്ന് പറയും. i minus 3j minus 2k. സോ ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ്. 19. എഗെയിൻ നമുക്ക് ലിമിറ്റിന്റെ ഒരു പ്രോബ്ലം വന്നേക്കുവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cot 4x divided by cosec 3x. ഈ ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഹോസ്പിറ്റൽസ് റൂളിനെ കുറിച്ച്. എന്നാലും നമുക്ക് ഈ സൈനിലും കോസിലും കൺവേർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പം ഉണ്ടാവും. ഇവിടെ കോട്ട് 4 ആണ്. നമുക്ക് ആദ്യം കോട്ടിനെ ടാനിലേക്കും കൊസെക്കിനെ സൈനിലോട്ടും ഞാൻ കൊണ്ടുപോവാണ്. കോട്ട് താഴേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ടാൻ ആയിക്കോളും. കൊസെക്ക് മേലേക്ക് കൊണ്ടുപോയി സൈൻ 3x ആയിക്കോളും. ഓക്കെ, രണ്ട് രീതിയിൽ കൊണ്ട്. ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ ഹോസ്പിറ്റൽ സപ്ലൈ ചെയ്യുന്നത്. കാരണം സൈനും ടാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ എൽ ഹോസ്പിറ്റൽ സപ്ലൈ ചെയ്യുന്നു. എങ്ങനെ വരും? ഡെറിവേറ്റീവ് സൈൻ 3x കോസ് 3x ഇൻറ്റു 3. ഓക്കെ, ടാൻ 4x 6 square 4x ഇൻറ്റു 4. ഓക്കെ, കോസ് 01 601 ആൻസർ 3/4. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. റിസൾട്ട് സൈൻ 3x by 3x into 3x divided by tan 4x divided by 4x into 4x. Okay, അപ്പോൾ x കട്ടാവും. This is 1, so answer 3/4. Okay, yes. So അത് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. So now to 20. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദ കർവ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അത് സ്ട്രെയിറ്റ് ലൈൻസിലെ സർക്കിൾസ്, കോണിക് സെക്ഷൻ, വെക്ടർ 3D ഒക്കെ ചോദിക്കാം. ഇത് ആക്ച്വലി നമ്മുടെ
ടാൻജന്റ് നോർമലി പെടുന്നതാണ് ഡിഫറൻഷിയേഷൻ. എന്നാലും പാസിംഗ് ത്രൂ 2-1 ആണ്. അപ്പൊ 2-1 അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ ആയിരിക്കില്ലേ? അപ്പൊ 2-1 കൊടുത്തു നോക്കിയാൽ മതി ഓപ്ഷനിൽ. ഓക്കെ, 2-1 കൊടുത്താൽ ഏതൊക്കെ ഓപ്ഷൻ ശരിയാവും നോക്കാം. 2-1 ആണ് കൊടുക്കേണ്ടത്. 12 -1 11 -1 ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും കൊടുത്തേക്ക്. എന്തായാലും 12 -1 -13 0 അല്ല, എന്തായാലും അല്ല. ഇവിടെ കൊടുത്താൽ 12 + 1 + 11 നോ. 12 - 1 + 11 നോ, 22 ആണ്. യെസ്, ഇവിടെ 2-1 അല്ലേ, 2 നോ, ഒന്നും പറ്റും. അപ്പൊ എ മാത്രമേ ഉള്ളൂ. അപ്പൊ എ മാത്രമേ 2-1 അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അത് തന്നെ ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ പാസിംഗ് ത്രൂ എന്നുള്ള പോയിന്റ് തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റനിൽ നിങ്ങൾ ആ പോയിന്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. യു ഗെറ്റ് ദ ആൻസർ. ഓക്കെ, യെസ്. ഉണ്ട്, ഇന്റഗ്രൽ ആണ്. വളരെ സിമ്പിൾ ഇന്റഗ്രൽ അല്ലേ ഇത്. ഇത്രയും ക്വസ്റ്റ്യൻസ് കളയരുത് ഒരിക്കലും. ഇന്റഗ്രേഷൻ പാടാന്ന് കരുതി ഇതൊക്കെ എന്തിനാ കളയുന്നേ? അപ്പൊ ഇങ്ങനെ കുറെ സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, സോ 1/7 into വാട്ട് ഇസ് ഇന്റർവൽ ഓഫ് സൈൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈനസ് കോസ് ആണെന്ന്. മൈനസ് കോസ് x/7 + 10 into ഇന്റഗ്രേഷൻ ആകുമ്പോൾ ബൈ 1/7. 1/7 കട്ടായിക്കോളും. സോ മൈനസ് കോസ് x/7 + 10 + ദാറ്റ് ഇസ് ആൻസർ. ഇനി അതല്ല എങ്കിൽ ഇത് നമുക്ക് ആൻസർ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും മനസ്സിലാക്കാമല്ലോ. ഡെറിവേറ്റീവ് ഓഫ് കോസ് മൈനസ്, അപ്പം മൈനസ് പ്ലസ് വരണം. കാരണം ഡെറിവേറ്റീവിൽ നമുക്ക് ഇൻറ്റു 1/7 വരും. സോ ആ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് സി ഇസ് ദ ഓപ്ഷൻ. 22 ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര ലെങ്ത്, പക്ഷേ സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഇത് കണ്ടോ, കോസ് ഓഫ് e⁻x/5. കോസ് ഏത് ഡെറിവേറ്റീവാ? സൈൻ്റെ അല്ലേ? അപ്പൊ ആൻസർ സൈൻ ആയിരിക്കും ഉറപ്പായല്ലോ. ഓക്കെ, അപ്പൊ സൈൻ വരുന്ന ഓപ്ഷൻസ് അവർക്കും നല്ല ഉറപ്പായിരുന്നു. കാരണം എല്ലായിടത്തും സൈൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിപ്പോ എന്താ വ്യത്യാസം എന്താ? ശരിക്കും നോക്കിയാൽ നിങ്ങൾ എല്ലാം ഒരേ ഫംഗ്ഷനെ ഇട്ടേക്കുന്നേ. പിന്നെ എവിടെ പ്രശ്നം? കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. നോക്ക് നിങ്ങൾ, എല്ലായിടത്തും സൈൻ e⁻x/5 തന്നെ ഇട്ടേക്കുന്നത്. അപ്പം കോൺസ്റ്റന്റ് 2 ദെൻ ആ ചേഞ്ച് മാത്രം. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സപ്പോസ് ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 1/3 into ഡെറിവേറ്റീവ് സൈൻ കോസ് e⁻x/5 into 5x/4 എന്നല്ലേ വരണേ? ഡെറിവേറ്റീവ് ഓക്കെ അല്ലേ? സി 1/3 into ഡെറിവേറ്റീവ് സൈൻ കോസ് e⁻x/5. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ 5/3 ഇന്നത്തില്ല. ഇത് 5 ആയിരുന്നു, കട്ട് ചെയ്ത് പോയനെ. അപ്പൊ പിന്നെ ഇതല്ലേ സി അല്ലേ ആൻസർ? കിട്ടിക്കഴിഞ്ഞു. സി ഇസ് ദ ആൻസർ. ആ സി ഞാനിവിടെ 1/5 തിരുത്തുവാണേ. 5 ഇട്ടേ, 5 കട്ടായിക്കോളും. ആൻസർ ആയിട്ടുണ്ട്. e⁻x/5 നമ്മൾ എഴുതാൻ മറന്നു. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം മറന്നു. അതായത് e⁻x/5ന്റെ ഞാൻ പെട്ടെന്ന് എഴുതിയില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതും കൂടെ വേണ്ടേ? ഡെറിവേറ്റീവ് ഓഫ് e⁻x/5 ഇൻറ്റു ചെയിൻ റൂൾ. ഓക്കെ, അപ്പൊ 5 കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ആൻസർ. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് കണ്ടാൽ ഒത്തിരി വലിയ ക്വസ്റ്റ്യൻ, പക്ഷേ ഓപ്ഷനിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് മിസ്സാക്കരുത്. ഓക്കെ, യെസ്. 23 ഇത് റിസൾട്ടും കൂടിയാണ്. അത് ഇന്റഗ്രൽ 0 to π/2. ഓർക്കുക, log tan x dx. ഇന്റഗ്രൽ 0 to π/2 log cot x dx. രണ്ടും 0 ആണ് ആൻസർ. സോ 0 is the answer. Okay, yes. Now to 24. Then what is modulus a² + b² ചോദിച്ചേക്കുന്നത്? സിംപ്ലി മോഡുലസ് എടുക്കുക. രണ്ട് ഒന്നും ചെയ്യണ്ട നിങ്ങൾ. എക്സ്പ്രഷൻ ഒന്നും വേണ്ട. വാട്ട്സ് മോഡുലസ് ഓഫ് 1 + i? വാട്ട്സ് മോഡുലസ് ഓഫ് a + ib? ഒന്ന് ഓർത്തേക്ക് എല്ലാവരും. ഇറ്റ് ഈസ് √a² + b² ആയിരുന്നു. ഓക്കെ, സോ 1 + iയുടെ മോഡ് √1 + 1. 2 + 3യുടെ √4 + 9. 9 + 16. 4 + 9. 1 + 1. 9 + 16. എല്ലാം ഒന്ന് തന്നെ എഴുതിയേക്കുന്നത് അല്ലേ? സോ ആൻസർ 1. ഇതെല്ലാം കട്ട് ചെയ്തു പോകും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേ നോക്ക്, എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ 1 ആണ്. സോ മോഡ് എടുക്കാനായിട്ട് സെപ്പറേറ്റ് നമുക്ക് മോഡ് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഓക്കെ, യെസ്. 25 ഈക്വൽ റൂട്ട്. ക്വാഡ്രാറ്റിക് ഒരു സ്ഥിരം ക്വസ്റ്റൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ ആണ് ഇത്. ഈക്വൽ റൂട്ട് മീൻസ് ഡിസ്ക്രിമിനന്റ് 0. ഓക്കെ, അപ്പൊ b² - 4 is equal to 0. So b² means a + 3 whole square minus 4 into 2 into 8 equals 0. So a + 3 whole square equal to
2 into 4, 8, 64. Or a plus 3 equal to plus or minus 8. Okay. So a equal to 8 by minus 3, 5. And a equal to minus 8 minus 3 minus 11. Okay. 5 minus 11. 5 തന്നിട്ടില്ല. So minus 11 is the answer. Okay. Yes. 26. ഞാൻ ഇവിടെ ഇത് എടുത്തുള്ള റീസൺ ഇതാണ്. ഈ ഡിറ്റർമിനന്റിൽ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസിൽ ഇവിടെ ലെറ്റേഴ്സ് ആയിരിക്കും വരണമെങ്കിൽ നിങ്ങൾ ആ ലെറ്ററിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ പി ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുന്നതായിരിക്കും ഇപ്പം നല്ല. പി ഞാൻ 1 കൊടുക്കുന്നു, ഇഷ്ടമുള്ള കൊടുക്കാം, സിമ്പിളായിട്ടുള്ള കൊടുക്കാന്നേ ഉള്ളൂ. 1 2 3 ഡിഫറെൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ 1 1 1 1 2 3 1 2 4 അല്ലേ. ഇത് ഇവാലിറ്റി എല്ലാവർക്കും അറിയാലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 1 into 8 minus 6 minus 1 into 4 minus 3 plus 1 into 2 minus 2. Okay. So 8 minus 6 2 1 0. So 1 വരും ആൻസർ. So 1 എന്നുള്ള നമുക്ക് ഇവിടെ പി ആണ്. സോ പി ഇസ് ദ ആൻസർ. ആ രീതിയിൽ അപ്പോൾ പീക്കിന് നമ്മൾ ആ ലെറ്റേഴ്സിന് വാല്യൂ കൊടുക്കുക. അത് വെച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അത് ഓപ്ഷനായിട്ട് കോൺസിഡർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ പി നമുക്ക് 1 കിട്ടിയത് പി ആണ്. സോ പി ഇസ് ദ ആൻസർ. ഓക്കെ. യെസ്. 27 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് എന്ന് 6 ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ. യു ഇൻവേഴ്സ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് നമുക്ക് സെക്കൻഡ് ഓർഡർ 2/2 മെട്രിക്സ് ഇൻവേഴ്സ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം ഈ മെട്രിക്സിന്റെ. സോ വാട്ട്സ് ഡിറ്റർമിനന്റ്? 1/√2 into 1/√2 1/2 minus 1/√2 into 1/√2 1/2 1 വരും. അപ്പോൾ 1 അപ്പോൾ അത് എടുക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് അതൊരു 3 എന്നായിരുന്നെങ്കിൽ 1/3 വന്നേനെ ഇവിടെ. ഓക്കെ. യെസ്. ഇനി ചെയ്യേണ്ടത് ഇൻവേഴ്സ് കാണാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഡയഗണൽ എലിമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. ഇതിപ്പോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാൻ അറിയാൻ പോകുന്നില്ല. എനിവേ എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഈ 2 എലിമെന്റ് അവിടെ തന്നെ ഇട്ടേക്കുക. ഏതാ? ഓഫ് ഡയഗണൽ. പക്ഷെ സിമ്പിൾ മാറ്റണം. 1/√2 1/√2. അപ്പൊ എന്താ അച്ഛൻ ഇവിടെ മൈനസ് വരും അല്ലേ. സോ ചേഞ്ച് യു ഇൻവേഴ്സ് ഈസ് 1/√2 1/√2. സോ മൈനസ് ഇവിടെ വന്നിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്. സോ യു ട്രാൻസ്പോസ് അല്ലേ. ഇതിന്റെ ട്രാൻസ്പോസ് അല്ലേ വന്നേക്കുന്നത്. സോ ആൻസർ ട്രാൻസ്പോസ്. ഞാൻ ഈ ട്രിക്കി വേ ഒന്നുകൂടെ പറയാം കേട്ടോ. അതായത് ഇതുകൊണ്ട് ഈ ഇത് കൊണ്ടൊരു അത്ര ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വെക്കുക. ഓക്കെ. അതിന്റെ ഇൻവേഴ്സ് കാണണം. ഫസ്റ്റ് യു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. 6 minus minus 4 10 അല്ലേ. 6 minus minus 4 10 ആണ്. അപ്പോൾ 1/10 into ഈ പ്രിൻസിപ്പിൾ, ഇതിന്റെ പ്രിൻസിപ്പിൾ ഡയഗണൽ എന്ന് പറയാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. ഓക്കെ. ഈ 2 എലമെന്റ് അവിടെ തന്നെ ഇട്ടേക്കുക. ബട്ട് സിമ്പിൾ മാറ്റണം. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ 2 എലമെന്റ് അവിടെ തന്നെ ഇട്ടിട്ട് സിമ്പിൾ മാറ്റി കൊടുക്കുക. ദാറ്റ് ഇസ് ഓക്കെ. യെസ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. 28 സിംഗുലർ മെട്രിക്സ് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് 0. സോ ഡിറ്റർമിനന്റ് 1 2 4 1 3 5 1 4 a equal to 0. That is 1 into 3a minus 20 minus 2 into a minus 5 plus 4 into 4 minus 3 equal to 0. Okay. 3a minus 20 minus 2a plus 10 plus 16. Sorry, ഇവിടെ 1 എഴുതാല്ലേ. 4. ഓക്കെ. നമ്മളെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ഈക്വൽ 0. സോ 3a and 2a becomes a. Then 10 plus 4 14 minus 16 minus 20 minus 6 equal to 6. A equal to 6 is the answer. ഒന്ന് നോക്കാം. നൺ ഓഫ് ദിസ് വന്നിട്ടുണ്ട്. ഒന്നും നോക്കിയേക്കാം. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വല്ലതാണോ എന്നൊന്ന് നോക്കിയേക്കാം. 3a minus 20 minus 2 into a minus 5 plus 4 into 4 minus 3. So 3a minus 20 minus 2a plus 10 plus 4. So 14 and 20 becomes minus 6. So അപ്പുറത്തും പ്ലസ് 6 ആവും. സോ ഈക്വൽ 6 ആണ് നൺ ഓഫ് ദിസ് ആൻസർ. ഓക്കെ. നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നോക്കിയേക്കുക. ഓക്കെ. സോ അതിന് ചാൻസ് ഉണ്ട്. കാൽക്കുലേഷൻ നൺ ഓഫ് ദിസ് വളരെ കുറവായിട്ട് കേട്ടോ ആൻസർ ആയിട്ട് വരാറുള്ളൂ. ഓക്കെ. യെസ്. സോ സിംഗുലർ മെട്രിക്സ് ആണ്. സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. 29 വീണ്ടും നമ്മുടെ ലിമിറ്റിലേക്ക്. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ എൽ ഹോസ്പിറ്റൽ സപ്ലൈ ആണെങ്കിൽ ഇതൊക്കെ അതായിരിക്കും നല്ല. കാരണം പ്രൊഡക്റ്റുകളൊന്നും ഇല്ല. ഡെറിവേറ്റീവ് ടു റൂട്ട് എക്സ്
What derivative root x? 1 by 2 root x. 1 by 2 root 1 plus x minus derivative 2 root 1 minus into minus 1. 1 minus x and minus 1. Divided by derivative x is 1. Okay. Now put x equal to 0. 1 by 2 minus minus plus 1 by 2. That's equal to 1. 1 is the answer. 1 തന്നിട്ടില്ല. ഒന്നുകൂടെ നോക്കാം. 1 by 2 into root 1 plus x minus 1 by 2 root 2 minus, sorry, ഇവിടെ 2. ഞാനൊരു ചെറിയ കെയർലെസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ഇവിടെ 2 ആയിരുന്നു. അത് കെയർലെസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് 2 എന്നുള്ള 1 എന്നുള്ളത്. സോ വാട്ട് ഇസ് ആൻസർ? 1 by 2 root 2 minus minus plus 1 by 2 root 2 equal to 2 by 2 root 2. 2 cancel. 1 by root 2 is the answer. Okay? Yes. 30. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 0 to അല്ലെങ്കിൽ a to b എഫ് എക്സ് ഡി എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ അത് തന്നെ താഴെ വരണം. ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. 2 to 5 റൂട്ട് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 7 മൈനസ് എക്സ്. ഇതിന്റെ ആൻസർ 3 by 2 ആയിരിക്കും. എന്ന് വെച്ചാൽ മേലിൽ വരുന്ന ഫംഗ്ഷൻ താഴെ ഉണ്ടാണ്. ഓക്കെ, കൂടെ ഉള്ളത് എ പ്ലസ് ബി മൈനസ് എക്സ് 5 plus 2 7 minus x. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അത് 5 minus 2 3 by 2 ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റിലേക്ക് നോക്കിയേ, ഇവിടെ സൈൻ റൂട്ട് സൈൻ എക്സ് താഴെ വന്നിട്ടുണ്ട്. അത് ഓക്കെയാണ്. കൂടെ വരുന്നത് ആ ഫംഗ്ഷൻ തന്നെ എ പ്ലസ് ബി മൈനസ് എക്സ്. വാട്ട് ഇസ് പൈ ബൈ 2 മൈനസ് 0? പൈ ബൈ 2. അപ്പോൾ എക്സ് മാറിയിട്ട് പൈ ബൈ 2 മൈനസ് എക്സ് വരണം. വാട്ട് ഇസ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്? കോസ് എക്സ് ആണ്. അപ്പോൾ ആൻസർ ബി മൈനസ് എ ബൈ 2. Pi by 2 minus 0 by 2, pi by 4. Sorry. So pi by 4 is the answer. Okay. Yes. 31. If the points are collinear, ഇങ്ങനെ 3 കോയുണ്ട്. കൊള്ളിനിയർ, കോപ്ലനാർ, കൺകറന്റ്. അതിലൊക്കെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. കൊള്ളിനിയർ, കോപ്ലനാർ, കൺകറന്റ്. ഇവിടെ കൊള്ളിനിയർ ആണ്. സോ ലൈൻസ് ആണ്. സോ ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ് കൂടെ 1 1 വരും. ഇനി 3 dimension ആണെങ്കിൽ 3ാമത് കോർഡിനേറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിവിടെ വരും. ഇപ്പം അങ്ങനെ ഓർക്കുക, 2 dimension ആകുമ്പോൾ തേർഡ് കോർഡിനേറ്റിൽ ഇസഡ് ഉണ്ടാവില്ല. അങ്ങനെ ഓർക്കുക, 1 1 1 വരും. 3 dimension ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കോർഡിനേറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, 1 0 1 0 1 x 8 1. സോ 1 into 1 minus 0 അല്ലേ എടുക്കണ്ടല്ലോ, പ്ലസ് 1 into 0 minus x equal to 0. Okay, so minus 7 minus x equal to 0, x equal to minus 7, and that is the answer. E option. 32. Area of the triangle. Area of the triangle. Okay, അതിനൊരു ഷോർട്ട് കട്ടാ പറയണേ. 1 by 2 into x2 minus x1, x3 minus x1, y2 minus y1, y3 minus y1. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. x2 minus x1, x3 minus x1, y2 minus y1, y3 minus y1. Then equal to 1 by 2 into x2 minus x1, 1 minus 2, 3. x3 minus x1, 6 minus minus 2, 8 ആണ്. Then y2 minus y1, 5 minus 2, 3. y3 minus y1, minus 1 minus 2, minus 3. So answer 1 by 2 into minus 9 minus 24 minus 33 by 2. 33 by 2 പോസിറ്റീവ് വാല്യൂ എടുക്കണം. സോ ഡി ഇസ് ദ ആൻസർ. സിമ്പിൾ ആണ്. ഇനി ഇതിൻ്റെ അകത്ത് സപ്പോസ് കോർഡിനേറ്റിൽ റെക്ടാങ്കിൾ വന്നു കഴിഞ്ഞാൽ, റെക്ടാങ്കിൾ കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ, വെച്ചാൽ 4 കോർഡിനേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞത് നമുക്ക് റെക്ടാങ്കിൾ ആണെങ്കിൽ 4 കോർഡിനേറ്റ് ഉണ്ടാവും. അതിൻ്റെ ഏരിയ ചോദിക്കണമെങ്കിൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന x1 മാറിയിട്ട് x4 കൊടുക്കണം, റിപ്പീറ്റ് ചെയ്യുന്ന y1 മാറിയിട്ട് y4 കൊടുക്കണം.
ഫോർമുല ഇപ്പോൾ എങ്ങനെ വരും 1/2 x2 minus x1 x3 minus x4 ആ രീതിയിൽ വരും. സോ വെരി സിമ്പിൾ 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, യെസ് ടു ദ നമ്പർ 33. The equation of the line passing through and perpendicular to the line. Passing through -3 5 പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കൊടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. സോ -3 5 കൊടുക്കുന്നു എക്സിനും വൈക്കും. സോ -15 +5 അത് കറക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം വേറെ ഉണ്ടോ എന്ന്. -15 -5 ഇതും ശരിയാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് -15 -5 ഇല്ല, അത് ശരിയാവുന്നില്ല. -15 +5 ഇല്ല, അതും ശരിയാവുന്നില്ല. ഇത് തിരിഞ്ഞാണ് 5y ഇട്ടേക്കുന്നത്, അത് നോക്കണം. 25 മൈനസ് ഇല്ല, അതും ഓക്കെ ആവുന്നില്ല. അപ്പം എയും ബിയും നമുക്ക് ഈ പോയിന്റ് കൊടുക്കുമ്പം ഓക്കെ ആവുന്നുണ്ട്. അപ്പം അതിൽ ഏതാണെന്നൊരു പ്രശ്നമുണ്ട്. അതിന് തന്നെ അടുത്ത ക്ലൂ എടുക്കാം. പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 1 0 ആൻഡ് -4 1 അപ്പോൾ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. എങ്ങനെ സ്ലോപ്പ് കാണുന്നത്? 2 പോയിന്റ് തന്നിരുന്നാൽ പോയിന്റ് എന്ന സ്ലോപ്പ് ഫോർമുലയുണ്ട്. y2 minus y1 divided by x2 minus x1 ആണ്. y2 minus y1 1 - 0 divided by x2 minus x1 -4. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്ന്. സോ വാട്ട് ഇസ് അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അപ്പം 4 അല്ലേ? കാരണം പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1 ആയിരിക്കണം. അപ്പോൾ 4 ആണെങ്കിലല്ലേ പ്രോഡക്റ്റ് -1 ആവുള്ളൂ. അപ്പോൾ ആൻസർ നമ്മുടെ ഓപ്ഷന്റെ സ്ലോപ്പ് 4 ആയിരിക്കണം. സോറി നമുക്ക് സ്ലോപ്പ് ഒന്നുകൂടെ നോക്കാം. -4 -1 -5 ആണ് ഞാനിവിടെ എഴുതേണ്ടിയിരുന്നത്. ഞാൻ 4 എഴുതിയേ. സോ -1 ഇപ്പൊ സ്ലോപ്പ് 5 ആവും. 5 സ്ലോപ്പ് വരുന്നത് ഇതിന് മാത്രം അല്ലേ, ബിയുടെ സ്ലോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു -a/b. സോ -5 - 5 വരും. ബിയുടെ ഓപ്ഷൻ സ്ലോപ്പാണ് 5 വരുന്നത്. സോ ബി ഇസ് ദ ആൻസർ. ഓക്കെ, യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ കറക്റ്റ് ആയിട്ട് വന്നു. അതായത് നേരത്തെ പറഞ്ഞു നമുക്കൊരു ഫംഗ്ഷൻ മേളിലും താഴെയും ഇതുണ്ട്, രണ്ടിടത്ത് √x വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വന്നേക്കുന്നത് കണ്ടോ, ഞാൻ പറഞ്ഞു f(a + b - x) ആയിരിക്കണം എന്ന്. ഇവിടെ വാട്ട് ഇസ് a + b? 2017 2016 ചിലപ്പോൾ 2020 2024 ആയിരിക്കാം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ 22 21 ആയിരിക്കും വരാൻ പോകുന്നത്. ആഡ് ചെയ്യുമ്പോൾ ശരിയല്ലേ 4033 വരും. മൈനസ് കറക്റ്റ് ആണ്. അപ്പോൾ b - a/2 അതായത് 2017 - 2016 divided by 2 ആണ്. ആൻസർ 1/2 ആണ്. ഓക്കെ, യെസ്. കോപ്ലനാർ നേരത്തെ ഞാൻ പറഞ്ഞു, കൊളിനിയർ, കോപ്ലനാർ, കൺകറന്റ് ഇതെല്ലാം നമുക്ക് ഒരേപോലെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് 2 2 6 2 λ 6 2 - 3 1 ദാറ്റ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ എന്ത് വരും? 2 × λ + 18 -2 × 2 - 12 + 6 × -6 + -2 λ. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിക്കോണേ. ഞാൻ അങ്ങോട്ട് ഇനി പോകുന്നില്ല, കാരണം കാര്യം പറഞ്ഞല്ലോ, നമുക്ക് സമയം അത്രയും കൂടെ വേറെ ചെയ്യാമല്ലോ. ഓക്കെ, സോ 36ലേക്ക് പോകുന്നു. ഇന്റഗ്രേഷൻ വീണ്ടും നോക്കുക. 1 + x2 സ്ക്വയർ ആണ്. വാട്ട് ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x? 1/1 + x² ആണ് അല്ലേ? അപ്പൊ ഇത് x3 സ്ക്വയറിൽ വന്നേക്കാം. അപ്പൊ ഉറപ്പല്ലേ tan ഇൻവേഴ്സ് x³ വരും എന്നുള്ള കാര്യം? tan ഇൻവേഴ്സ് x³ വരുന്ന ഓപ്ഷൻസ് നമുക്ക് 3 ഉണ്ട് അല്ലെ? ബിയും സിയും ഇയും ഉണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് ചെയ്ത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. പറഞ്ഞോളൂ. സോറി, വാട്ട് ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x³ 1/1 + x³ സ്ക്വയർ ഇൻറ്റു 3x². കറക്റ്റ് അല്ലേ? സോ 3 ഇല്ല നമുക്ക് അവിടെ. അപ്പോൾ ഒരു 3 പോയി കിട്ടണം. അപ്പോൾ ഒരു 1/3 ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ദേ സി ഇസ് ദ ആൻസർ. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് x³ സ്ക്വയർ ഉണ്ട് ഉറപ്പായിരുന്നു tan ഇൻവേഴ്സ് x³ വരുന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ tan ഇൻവേഴ്സ് x³ വരുന്ന ഓപ്ഷൻസ് നോക്കിയപ്പോൾ കോൺസ്റ്റന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ഇതെടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഒരു 3 കൂടുതൽ വന്നു. അപ്പോൾ 1/3 ഓക്കെയാണ്. യെസ്, സോ ദാറ്റ് ഇസ് ഓപ്ഷൻ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, കോസ് ഓഫ് tan ഇൻവേഴ്സ്. ഏത് ഫംഗ്ഷൻ ഏത് ഇൻവേഴ്സ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കോസ് ഓഫ് tan ഇൻവേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഓഫ് tan ഇൻവേഴ്സ് 3/4 ആണ്. ഇതിനെ പറ്റി ഫിഗർ വരയ്ക്കാം. 3/4 tan ഇൻവേഴ്സ് 3/4 അല്ലേ? ഫിഗർ tan theta 3/4. So using Pythagoras theorem it is 5. So it is cos of
What is cos theta? 4 by 5. So cos inverse 4 by 5. So answer 4 by 5. നമ്മൾ ആ ഫിഗറിൽ നിന്ന് ഇപ്പം ടാൻ ഇൻവേഴ്സ് വന്നത് ഇപ്പോൾ കോസ് ഇൻവേഴ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഏത് ഫംഗ്ഷൻ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും യൂസ് ദ ഫിഗർ. അതിനെപ്പറ്റി ഫിഗർ വരയ്ക്കുക, അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ എടുക്കുക. നമുക്ക് വേണ്ട കോസ് ഇൻവേഴ്സ് ആയിരുന്നു. കോസ് ഇൻവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ബൈ ഹാപ്പിനെസ് നമുക്ക് അറിയാം. സോ 4 by 5 ആൻസർ. ഓക്കെ, യെസ്. 38. Equation the tangent to the curve given by at the point 1, 2. നമ്മൾ വേറെ നോക്കുന്നില്ല. 1, 2 പാസ് ചെയ്യുന്ന ഇക്വേഷനാണ് വേണ്ടത്. 1, 2 കൊടുക്കാം. നമുക്ക് 1 കൊടുക്കാം. 1, 2 ആണ് കൊടുക്കണ്ടേ. 1, 2 ആണ്. സോ 4 minus 6 നോ 1, 2 1, 2 ആ തിരിഞ്ഞു വരും അല്ലേ. 6 minus 4 minus 2 അത് ശരിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കൊടുത്തു നോക്കണം. ഓക്കെ, 1, 2 എന്തായാലും ഇതെല്ലാം പ്ലസ് അല്ല. അപ്പം ഇനി വേണ്ടത് 0 വരില്ലല്ലോ. പ്ലസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 0 വരില്ല. വിട്ടേക്കാം. നമുക്ക് ഇങ്ങോട്ട് വരാം. 1, 2 കൊടുക്കണ്ടേ. സോ 1, 2 നോ 0 വരണില്ല. ഇവിടെ കൊടുത്താൽ ഇവിടെ തിരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. 4, 8 minus 6 plus 2 നോ 0 വരുന്നില്ല. തീർച്ചയായിട്ടും ബി മാത്രമേ ചേരുന്നുള്ളൂ. ബി ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇക്വേഷൻ നോർമൽ ടു കർവ് ഗിവൺ ബൈ അറ്റ് ദ പോയിന്റ് 1, 2 ആണ്. 1, 2 പാസ് നോർമൽ. 1, 2 കൊടുക്കുക. ഇക്വേഷൻസിൽ നോക്കാം. 1, 2 1, 2 ഇത് ശരിയാവുന്നുണ്ട്. 1, 2 ഇല്ല, ഇത് വരത്തില്ലല്ലോ. ഇല്ല, വരുന്നില്ല. 0 വരത്തില്ല. ഇവിടെ കൊടുത്താൽ 1, 2 നോ 1, 2 നോ 1 നോ ഇതെല്ലാം മൈനസാണ്. സോ തീർച്ചയായിട്ടും 1A മാത്രമേ 1, 2 എന്ന പോയിന്റിൽ വരുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ. സോ 14. സൊല്യൂഷൻ ഡിഫറൻഷിയേഷൻ ആണ്. നേരത്തെയും പറഞ്ഞായിരുന്നു. ഡിഫറൻഷിയേഷൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാനല്ല, സോൾവ് ചെയ്യണം. എന്നിട്ട് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, -1 ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 - അക്സെപ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ നോക്കിയാൽ പോരെ. ഓക്കെ, സോൾവ് ചെയ്യണ്ട. നിങ്ങൾ 1 -നുള്ള അക്സെപ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കിയാൽ മതി. നോക്കാം നമുക്ക്. 1 - 1 എക്സിന് 1 വൈക്ക് -1. അപ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -1 + 0 നോ തെറ്റാണ്. -1 log 1 0 -1 x വൈക്ക് log 1 0 ആണ്. നോ അത് തെറ്റാ. ഇവിടെ വൈക്ക് -1 log 1 0 നോ തെറ്റ്. -1 ഇതെല്ലാം തെറ്റാ. ഇത് y ഇൻറ്റു ലോഗസ് അല്ലേ. സോ -1 ഇൻറ്റു 0 log 1 0. സോ അത് മാത്രമേ ഉള്ളൂ. സോ y ലോഗസ് മാത്രമേ ഉള്ളൂ ആൻസർ. ബാക്കിയെല്ലാം പ്ലസ് മൈനസ് ഒക്കെ ആയിരുന്നു. സോ അതൊന്നും 0 വരുന്നില്ല. സോ y ലോഗസ് = 0 ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അത് മാത്രം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം വീണ്ടും ഓർക്കുക. ഒരു ചാപ്റ്ററിന് എല്ലാ ക്വസ്റ്റിനും എളുപ്പം, എല്ലാ ക്വസ്റ്റിനും ടഫായിരിക്കും. നിങ്ങൾക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ മിനിമം 40 ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞപ്പോൾ 100 കിട്ടുന്ന പിള്ളേരുടെ മുന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അത് നിങ്ങൾ ഓക്കെയാണ്. കാരണം ഈക്വൽ ഡിവിഷനാണ്. എൻട്രൻസിൻ്റെ മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ബോർഡിൻ്റെ മാർക്ക് കൊണ്ട് ഈക്വലായിട്ട് ആഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു കേരള എൻട്രൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു രീതിയിലും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ തീരുമാനിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് വരേണ്ടത്. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ഓക്കെ.